നയിക്കുന്ന വിവിധ കോഴ്സുകളെയും പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിൽ കയറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷനുമാരെ ഒരുക്കുവാനും സർവസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുവനന്തപുരത്തിലെ ഫലഭൂമിലമാകണമേ. പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അനീഷ തുടങ്ങിക്കോ. കൂട്ടായ്മയിൽ വാഴും ത്രിയേക ദൈവമേ, നിറയണമേ എന്നീ കൂട്ടായ്മയിൽ. കൂട്ടായ്മയിൽ വാഴും ത്രിയേക ദൈവമേ, നിറയണമേ എന്നീ കൂട്ടായ്മയിൽ. കുടുംബങ്ങളൊന്നു ചേരും ഒരു സ്നേഹസഭയായി കുടുംബ കൂട്ടായ്മയിൽ നയിച്ചിടണേ. കൂട്ടായ്മയിൽ വാഴും ത്രിയേക ദൈവമേ, നിറയണമേ എന്നീ കൂട്ടായ്മയിൽ. ഒരുമിച്ചു പ്രാർത്ഥിച്ചു ഒരു മേശ പങ്കിട്ടു സുവിശേഷ സാക്ഷികളായി വളരാൻ. ഒരുമിച്ചു പ്രാർത്ഥിച്ചു ഒരു മേശ പങ്കിട്ടു സുവിശേഷ സാക്ഷികളായി വളരാൻ. വിശ്വാസദീപ്തിയാൽ ഒരു നവജനമായി കൈകോർത്തു മുന്നേറാൻ കൃപയേകണേ. വിശ്വാസദീപ്തിയാൽ ഒരു നവജനമായി കൈകോർത്തു മുന്നേറാൻ കൃപയേകണേ. കൂട്ടായ്മയിൽ വാഴും ത്രിയേക ദൈവമേ, ണമേ ഇന്നീ കൂട്ടായ്മയിൽ. കുടുംബങ്ങളൊന്നു ചേരും ഒരു സ്നേഹസഭയായി കുടുംബ കൂട്ടായ്മയിൽ നയിച്ചിടണേ. കൂട്ടായ്മയിൽ വാഴും ത്രിയേക ദൈവമേ, ണമേ എന്നീ കൂട്ടായ്മയിൽ. അധ്വാനഭാരവും രോഗവും ദുരിതവും നൊമ്പരമേറ്റുന്ന നിമിഷങ്ങളിൽ. അധ്വാനഭാരവും രോഗവും ദുരിതവും നൊമ്പരം ഏറ്റുന്ന നിമിഷങ്ങളിൽ കൂട്ടായ്മ നൽകി താങ്ങായി തണലായി കുടുംബങ്ങളെ എന്നും കാത്തിടണേ. കൂട്ടായ്മ നൽകി താങ്ങായി തണലായി കുടുംബങ്ങളെ എന്നും കാത്തിടണേ. കൂട്ടായ്മയിൽ വാഴും ത്രിയേക ദൈവമേ, നിറയണമേ എന്നീ കൂട്ടായ്മയിൽ. കുടുംബങ്ങളൊന്നു ചേരും ഒരു സ്നേഹസഭയായി
കുടുംബ കൂട്ടായ്മയിൽ നയിച്ചിടണേ. കൂട്ടായ്മയിൽ വാഴും ത്രിയേക ദൈവമേ നയേണമേ എന്നീ കൂട്ടായ്മയിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മിശ്യോ പ്രാർത്ഥനാ കൂട്ടായ്മയെ 14 ഗ്രൂപ്പിനെ 14 ബാച്ച് 8 ഗ്രൂപ്പിനെ ഈശോയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ജോയി ആലപ്പാട്ട് പിതാവിനെ ഈശോയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ എല്ലാമായ നമ്മുടെ ആലീസ് കുട്ടി ആന്റിയെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നമുക്ക് വേണ്ടി സമാധാന സന്ദേശം ആശീർവാദവും പ്രാർത്ഥനയും നൽകുന്ന മാത്യു പുതിയ അച്ഛനെ ഈശോയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സാക്ഷ്യം പറയുന്ന രേണു രാജീവ് ചേച്ചിയെയും സൈഡ് പ്രസന്റേഷൻ ചെയ്യുന്ന ക്ലീസസ് പോൾ ചേട്ടനെയും MC ആയി പ്രവർത്തിക്കുന്ന ജ്യോത്മി ജെയിനെയും ജമാല് ചെല്ലിയ നമ്മുടെ TG ദേവസ്യായും കുടുംബത്തെയും മറ്റുള്ള മെമ്പേഴ്സിനെയും പ്രഘോഷണം ചെയ്യുന്ന നമ്മുടെ പുഷ്പമ്മ ചേച്ചിയെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളതാ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, ഞങ്ങൾ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ കൂട്ടായ്മയെ പൂർണ്ണമായി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിമിഷം പ്രാർത്ഥിക്കുന്നു. ബൈബിൾ വായന. പൗലോസ് ലീഗ എപ്പോസ്തലർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സ്തുതി. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:46. അവർ ഏകമനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പമുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ഈ വചനത്തിലൂടെ പങ്കുവെച്ചും പരസ്പരം സ്നേഹിച്ചും ദൈവമക്കൾ കൂട്ടായ്മയിലായിരിക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ്. ജപമാല എന്ന പവർഫുൾ വെപ്പൺ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലാൻ സഹായിച്ച ദേവസ്യ അങ്കിളിനും ആന്റിക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ജപമാലയ്ക്കും മിസ്യോ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ ഈ മീറ്റിംഗ് പ്രാർത്ഥന ചൈതന്യം ഗാനത്താലും പ്രാരംഭ പ്രാർത്ഥനയാലും വർദ്ധിപ്പിച്ച അനീഷേടനെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. മാമോദിസ സ്വീകരിച്ച സഭയുടെ അംഗങ്ങളായ നാം ഓരോരുത്തരുടെയും കടമയാണ് സുവിശേഷ പ്രഘോഷണം. ഇതിനായി എല്ലാവരെയും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന മിസ്യോ ഗ്രൂപ്പിന്റെ ബാച്ച് 14-ലെ 6ാമത്തെ നിത്യസത്യമായ കൂട്ടായ്മ എന്ന ഈ സെക്ഷനിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 1:14 ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. 120ഓളം സഹോദര സമ്മേളിച്ചിരിക്കെ സിഹിയോൻ മാളികയിൽ വീശിയടിച്ച കൊടുങ്കാറ്റിൽ പെന്തക്കുസ്ത അനുഭവത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ ഒരുപാട് പേർ ദൈവത്തിൽ വിശ്വസിച്ചു, സ്നാനം സ്വീകരിച്ചു. പിന്നീട് ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ഭയന്നു വിറച്ച് പേടിച്ച് ഒളിച്ച ശിഷ്യന്മാർ വർദ്ധിച്ച വീര്യത്തോടെ പ്രസംഗിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ ഒറ്റ കൂട്ടായ്മയിൽ പിറവിയെടുത്ത തിരുസഭ എന്ന കൂട്ടായ്മയാണ് തികച്ചും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കുള്ള കൂട്ടായ്മയായിരുന്നു. ഇന്ന് നാം വിശ്വസിക്കുന്ന ആ തിരുസഭയിൽ നിന്നുകൊണ്ടാണ് മിസ്യോ എന്ന കുടുംബം വചന പ്രഘോഷണം എന്ന പ്രോഗ്രാം നടത്തി വരുന്നത്. ആദ്യം തന്നെ
ഏറെ പ്രത്യേകമായി പ്രാർത്ഥന ആശീർവാദങ്ങളാൽ മിസ്സിയോ കൂട്ടായ്മയെ സമ്പന്നമാക്കുന്ന നമ്മുടെ ആത്മീയ പിതാവിനെ ചിക്കാഗോ രൂപതയുടെ ഇടയനും അഭിമന്യ മാർ ജോയ് ആലപ്പാട് പിതാവിനെ സ്നേഹ ആദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സെക്ഷന്റെ അവസാനം സമാപന സന്ദേശം നൽകുവാനും നമ്മെ ആശീർവദിക്കുവാനുമായി നമുക്ക് ഒപ്പമുള്ള ഫാദർ മാത്യു പുതിയത്താണ് അച്ഛനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിസ്സിയോ ടീമിന്റെ സാരഥി, സുവിശേഷ പ്രഘോഷണം നെഞ്ചിലേറ്റിയ ശരിയായ ദിശാബോധത്തോടെ നമ്മെ ഓരോരുത്തരെയും നയിക്കുന്ന എല്ലാമായ പ്രൊഫസർ CC ആലിസൂട്ടി ആന്റിയെയും നമ്മുടെ പ്രിയപ്പെട്ട ടൊമിച്ചൻ അങ്കിളിനെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രിയ സഹോദരങ്ങളായ പ്രൊക്ലമേഷൻ നടത്തുന്ന പുഷ്പമ ആന്റി, ടെസ്റ്റ്മണി നടത്തുന്ന രേണു ആന്റി, സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുന്ന നിയോഗനായിരിക്കുന്ന ക്ലീറ്റസ് ചേട്ടൻ എന്നിവരെയും മിസ്സിയോ മെൻഡേസ്, കോർഡിനേറ്റേഴ്സ് എന്നിവരെ സമകാലഭേദമന്യേ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് താല്പര്യത്തോടെ വചനം അറിയുവാൻ, ഗ്രഹിക്കുവാൻ, ഈശോയോട് കൂടുതൽ അടുക്കുവാൻ മിസ്സിയോ എന്ന കൂട്ടായ്മയുടെ വചനത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനാപൂർവം യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വ്യവസ്ഥകൾ ഇല്ലാത്ത ദൈവസ്നേഹം അനുഭവിക്കുന്നതിനും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനും തടസ്സം നിൽക്കുന്ന പാപാവസ്ഥ നല്ല കുമ്പസാരത്തിലൂടെ തുടച്ചു നീക്കണമെന്നും 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു നേടിത്തന്ന രക്ഷ അവിടുത്തെ രക്ഷകനും കർത്താവുമായി ഏറ്റുപറഞ്ഞ് സ്വന്തമാക്കണമെന്നും എങ്ങനെ വിശ്വാസ മാനസാന്തര പ്രത്യുത്വത്തിലൂടെ നമ്മുടെ ഭാഗത്തുനിന്ന് ഇവ ഉണ്ടാകുമ്പോൾ അവിടുന്ന് തന്ന വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുമെന്നും കഴിഞ്ഞ സെക്ഷനിലൂടെ ആഴത്തിൽ നാം ഗ്രഹിച്ചു. വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നു. കൂട്ടായ്മയുടെ നന്മയും ആഴവും പ്രൊക്ലമേഷനിലൂടെ മനസ്സിലാക്കി തരുന്നതിനായി പുഷ്പമ ആന്റിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവ് ശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവായ ഈശോമിശിഹായിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ നമ്മിൽ പ്രസാദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് ശക്തമായി നിറയുന്നു. ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത നമുക്ക് അനുഭവവേദ്യമാവുന്നു. നമ്മൾ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ ധാരാളം കൂട്ടായ്മയിലേക്ക് നമ്മൾ ഉണരുകയാണ്. അങ്ങനെ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നമ്മൾ വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ലഭ്യമാകുന്നത്, അതിന്റെ ആവശ്യകത എന്ത്, അതുമല്ലെങ്കിൽ എന്തിന് കൂട്ടായ്മയിലായിരിക്കണം. ഈ സമയം നാം അതൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ആത്മീയ മുന്നേറ്റത്തിന് ഒരു പടി കൂടി ഉണർച്ചയും നേടുമെന്നത് ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയുടെ ഏറ്റവും വലിയ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും സവിശേഷമായ ഉദാഹരണം ദൈവം തന്നെയാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഈ പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിലായിരുന്നാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം അത് സാക്ഷ്യപ്പെടുത്തുന്നു. ഉൽപ്പത്തി 1:26 തിരുവചനം ഇപ്രകാരമാണ്: ലോകത്തിലെ സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചതിന് ശേഷം അവസാനം ദൈവം മനുഷ്യ സൃഷ്ടിക്ക് മുമ്പ് പറയുന്നത് ഇപ്രകാരമാണ്: നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഇവിടെ നമുക്ക്, നമ്മുടെ എന്ന ഈ 2 വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക കൂട്ടായ്മയെ സൂചിപ്പിക്കുന്നു. വീണ്ടും ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനുമായി അവർക്ക് വിട്ടു നൽകിക്കൊണ്ട് മനുഷ്യനെ അവിടെ ആക്കുന്ന ദൈവം കൂട്ടായ്മയെ സൃഷ്ട പ്രപഞ്ചത്തോട് മനുഷ്യൻ ഒരുമിക്കേണ്ട വലിയ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവുമായ ഈ ത്രിയേക ദൈവം എന്ന കൂട്ടായ്മയിലാണ് സൃഷ്ടി നിറവേറ്റപ്പെടുന്നത്. ഈ ത്രിയേക ദൈവം ഒന്നായിരിക്കുന്നത് പോലെ മനുഷ്യനെയും ഒരു കൂട്ടായ്മയിലാണ് അവിടുന്ന് സൃഷ്ടിക്കുന്നത്. ഇത് ഉൽപ്പത്തി 1:27 തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. തന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ച ദൈവം ആദത്തെയും ഹവയെയും കൂടി സൃഷ്ടികർമ്മത്തെ ഭാഗഭാക്കാക്കാൻ ഒരു കുടുംബമാക്കുന്നു. മനോഹരമല്ലേ അത്? അതിലൂടെ കുടുംബം
എന്ന കൂട്ടായ്മയിലേക്ക് ദൈവം കൊണ്ടുവരുന്നു. കുടുംബം എന്ന കൂട്ടായ്മയിലൂടെ പങ്കുവയ്ക്കൽ നടക്കുന്നു, തിരുത്തലുകൾ സാധ്യമാവുന്നു, ക്ഷമിക്കാൻ സാധിക്കുന്നു, ബന്ധങ്ങൾ വളരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും ഹസ്ബൻഡും 2 മക്കളും അടങ്ങുന്നതാണ് എന്റെ കുടുംബം. ഹസ്ബൻഡ് നാഗ്പൂരിലും മോൻ UK-യിലും ഞാനും മോളും മുംബൈയിലുമാണ് താമസിക്കുന്നത്. അപ്പൊ കുടുംബ പ്രാർത്ഥനകൾ അവരുമായി ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്നും ആ ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ വിദൂരത്താണെങ്കിലും ഒന്നിച്ചു കൂടണമെന്നുള്ള ആ വലിയ ഒരു ഉൾക്കാഴ്ചയിലൂടെ ഞങ്ങൾ വിദൂരത്താണെങ്കിലും വീഡിയോ കോൾ വഴി നിരന്തരം പ്രാർത്ഥന ചെല്ലാറുണ്ട്. കൂട്ടായ്മകൾ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂട്ടായ്മകൾ നടത്തുന്നു. ദൂരം ഞങ്ങളെ തമ്മിൽ അകറ്റുന്നെങ്കിലും കുടുംബ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് ഒന്നാകാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്റെ മോൻ വളരെ കഷ്ടപ്പെട്ട് 45 മിനിറ്റ് നടന്നാണേലും പള്ളിയിൽ പോകാനായിട്ട് സാധിക്കുന്നതില് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ തലത്തിലും കൂട്ടായ്മയുടെ ശക്തി സഭാപ്രസംഗൻ 4-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള തിരുവചനത്തിൽ വെളിപ്പെടുത്തുന്നു. 2 പേർ ഒരാളെക്കാൾ മെച്ചമാണ്. കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അവരന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. അവന്റെ കാര്യം കഷ്ടമാണ്. 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും. ഒറ്റയ്ക്കായിരുന്നാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, 2 പേരാണെങ്കിൽ ചെറുക്കാൻ സാധിക്കും. മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വചനമാണിത്. മുപ്പിരിച്ചരട് ഫലം ചൂടുന്ന ഒരു കൂട്ടായ്മ ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്ത ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടമായതും അഭേദ്യമായ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയല്ലേ? തിരുക്കുടുംബം ഒരു കൂട്ടായ്മയാണ്. രക്ഷകനായ യേശുക്രിസ്തു ജനിച്ചത് ഈ തിരുക്കുടുംബത്തിലാണ്. ഈശോ കുടുംബ കൂട്ടായ്മയുടെ നേർസാക്ഷ്യമായ ഒരു തിരുക്കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ് പിറന്നു വീഴുന്നത്. തന്റെ പരസ്യ ജീവിത കാലത്ത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14 കാണുന്നു. തന്നോടുകൂടി ആയിരിക്കുവാൻ വേണ്ടി ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. ദൗത്യ നിർവഹണത്തിനായി, സുവിശേഷ പ്രഘോഷണത്തിനായി, രോഗികളെ സുഖപ്പെടുത്തുവാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി, അതുപോലെ തന്നെ ദൗത്യം പൂർത്തീകരിക്കാനായി അവരെ തിരഞ്ഞെടുത്തയക്കുന്നു. അതുപോലെ തന്നെ ദൗത്യം പൂർത്തീകരിക്കാനായിട്ട് 72 പേരെ തിരഞ്ഞെടുത്തയക്കുമ്പോഴും ഈ 2 പേരെ വീതം സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഒരു കൂട്ടായ്മയിലായിട്ടാണ് ദൈവം അയക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ പത്രോസ്, വിശുദ്ധ യാക്കോബ്, വിശുദ്ധ യോഹന്നാൻ ഇവരുടെ ഒരു കൂട്ടായ്മയും യേശുവിനുണ്ടായിരുന്നു. വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:14 കൂട്ടായ്മയുടെ ശക്തമായതൊന്ന്. അവർ ഏക മനസ്സോട് യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരങ്ങളോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. 120ഓളം വരുന്ന ആ സെഹിയോൻ മാളികയിൽ വീശിയടിച്ച ആ കൊടുങ്കാറ്റ് പന്തകുസ്ത അനുഭവത്തിൽ പരിശുദ്ധാത്മാഭിഷേകം നടന്നു. ആത്മനിറവിൽ നിന്ന് ഒരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് അവരെ നയിച്ചു. ആ കൂട്ടായ്മയിൽ നിന്നും തഴച്ചു വളർന്നവർ ഒരു ദിവസം കൊണ്ട് 3000ഓളം പേർ സ്നാനം സ്വീകരിച്ചു. വിശ്വാസത്തിലേക്ക് ആനയിച്ചതിന്റെ ശക്തി നമുക്ക് ഈ വചനം കാണിച്ചു തരുന്നു. അങ്ങനെ ആ ഒറ്റ കൂട്ടായ്മയിലൂടെ പിറവിയെടുത്തത് തിരുസഭ എന്ന കൂട്ടായ്മയാണ്. തികച്ചും ദൈവരാജ്യ വളർച്ചയ്ക്കുള്ള കൂട്ടായ്മയാണ് നാം വിശ്വസിക്കുന്ന ഈ തിരുസഭ. തിരുസഭ എന്ന കൂട്ടായ്മയിൽ ഇടവകയോട് ചേർന്ന് വേണം നമ്മൾ കൂട്ടായ്മ ഉണ്ടാക്കുവാനും പ്രവർത്തിക്കുവാനും. തിരുസഭയാകുന്ന കൂട്ടായ്മയിലുള്ള കൗദാശിക ജീവിതവും സഭയിലുള്ള പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ രക്ഷ പൂർത്തീകരിക്കാനുള്ള പ്രചോദനം നമുക്ക് കിട്ടുന്നത്. സുവിശേഷ പ്രഘോഷണത്തിനായി നമ്മെ പരിശീലിപ്പിക്കുന്ന മിസിയോ ഒരു കൂട്ടായ്മയാണ്. ആലീസ് ആൻഡ് ടീമും റെസിഡൻഷ്യൽ കോഴ്സിൽ ഞങ്ങളോട് പെരുമാറിയത്, വചനം പങ്കുവച്ചതും അടിസ്ഥാന സുവിശേഷ പ്രഘോഷണം എന്ന ദൗത്യത്തിൽ നിന്ന് ഞങ്ങളെ ഒരുക്കിയതും മനോഹരമായ ഒരു സ്നേഹ കൂട്ടായ്മയായി മാറുകയുണ്ടായി. അത് എന്റെ അനുഭവത്തിലൂടെ മാറുകയുണ്ടായി. എന്നെ കൂടുതൽ ആത്മീയതയിലേക്ക് വളർത്തിയതും ഈ വിശ്വ കുടുംബത്തിന്റെ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സിലൂടെ തന്നെയാണ്. വീണ്ടും
നിശ്ചയ ടീമിന്റെ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയുടെ അംഗമാകുവാനും ഈ കൂട്ടായ്മയെ പറ്റി നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്ക് നിശ്ചയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആ വലിയ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇടവകയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലും നമ്മൾ പങ്കുചേരണം. കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പസ്തോല പ്രവർത്തനം 2:42, 44, 46 ആ വചനങ്ങളിലെല്ലാം അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. വിശ്വാസികൾ എല്ലാവരും ഒറ്റ സമൂഹമാവുന്നു, തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കാണുന്നു. ഇതെല്ലാം കൂട്ടായ്മയുടെ സവിശേഷതകളാണ്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 4:34 വചനം പറയുന്നു, വിശ്വാസിയുടെ ഹൃദയം ഒരു ഹൃദയവും ഒരേ ആത്മാവും ആയിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനോഭാവം, വിശ്വാസം നമുക്കും ഉണ്ടാകണം. കൂട്ടായ്മയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്നത് ക്രിസ്തു അനുഭവമാണ്. ആഴമായ ക്രിസ്തു അനുഭവത്തിൽ വളരാൻ നമ്മെ സഹായിക്കുന്നത് വ്യക്തിപരമായ പ്രാർത്ഥന, ദൈവവചന ധ്യാനം, പൗദാശിക ജീവിതത്തിൽ വളരുക, വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കുക, ദശാംശം പങ്കുവയ്ക്കുക, ആത്മീയ ശിക്ഷണത്തിൽ വളരുക. അതുപോലെ തന്നെ സമ്പൂർണ്ണ സമർപ്പണവും അത്യാവശ്യമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കൂട്ടായ്മയുടെ ആഴവും നന്മയും നമുക്ക് കണ്ടെത്താനാവും. കൂട്ടായ്മയായ ദൈവം നമ്മെ ഒരിടേനും ഒരു തൊഴുത്തും ആക്കിയിരിക്കുന്നു. എപ്പോഴും പരിശുദ്ധാത്മാവ് നയിക്കുന്നത് കൂട്ടായ്മയിലാണ്. സഹോദരരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ രക്ഷിക്കപ്പെട്ടത് എപ്രകാരമെന്ന് നമുക്കറിയാമല്ലോ. ആ പട്ടണം തന്നെ കൊല്ലുവാനായി വന്നപ്പോൾ ശിഷ്യന്മാരുടെ ഒരു കൂട്ടായ്മയാണ് അവനെ രക്ഷിച്ചത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പൂർവാധിക ശക്തിയോട് അപ്പോസ്തലനായിട്ട് തിരിച്ചു വരുന്നു. പൗലോസിന് പറയാൻ പറ്റും, ബർണ്ണബാസ് ആയിരുന്നു എന്നെ രക്ഷിച്ചതെന്ന്. അത് എന്റെ കൂട്ടായ്മയുടെ കരമായിരുന്നു എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കും മറ്റുള്ളവർക്കും കൂട്ടായ്മയുടെ കരങ്ങൾ കൊടുക്കാം. നമ്മുടെ കരങ്ങൾ ഭാരങ്ങൾ എടുക്കുന്ന കരങ്ങളല്ല, മറിച്ച് മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന കരങ്ങളായി മാറ്റപ്പെടുമാറാകട്ടെ. കാരണം ദൈവസ്നേഹം ഉള്ളവർക്ക് ദൈവിക കൂട്ടായ്മയിൽ വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും കഴിയുകയുള്ളൂ. നമ്മുടെ സ്നേഹം കണ്ടിട്ട് വേണം മറ്റുള്ളവർക്കും നമ്മുടെ കൂട്ടായ്മയിലേക്ക് വളരുവാൻ. മുന്തിരിച്ചെടി പായ്ത്തണ്ടിനോട് ചേർന്നിരിക്കുന്നത് പോലെ നമുക്കും സഭയോടും ഇടവകയോടും കുടുംബത്തോടും സമൂഹത്തോടും പ്രപഞ്ചത്തോടും ചേർന്ന് പൊതുഭവനമെന്ന കൂട്ടായ്മയിൽ വളരുന്നതിനും സജീവമേകുന്നതിനും വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതയാത്രയിൽ ഈശോയുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച് സ്വയം ജ്വലിച്ച് ചുറ്റുമുള്ളവർക്ക് പ്രകാശം കൊടുത്ത് നല്ല മിഷനറിമാരാകാൻ ഈ കൂട്ടായ്മ നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. കൂട്ടായ്മകളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ താല്പര്യപൂർവ്വം പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മീയ വളർച്ചയെക്കുറിച്ചും ആത്മീയ സന്തോഷത്തെക്കുറിച്ചും ബൈബിളിലെ കൂട്ടായ്മ വെളിച്ചത്തിലും സ്വന്തം അനുഭവങ്ങളും ചേർത്ത് വെച്ച് വളരെ മനോഹരമായി പ്രൊക്ലമേഷൻ ചെയ്ത പുഷ്പം ആന്റിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. റോമ 8:31. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? നമ്മൾ ഓരോരുത്തരും ഈശോ കൂടെയുണ്ട് എന്നുള്ള ആ വിശ്വാസത്തിലാണ് ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള അനുഭവ സാക്ഷ്യം പങ്കുവെക്കുന്നതിനായി ഒത്തിരി സ്നേഹത്തോടെ രേണു ആന്റി ക്ഷണിക്കുന്നു. നമുക്ക് കാതോർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് രേണു രാജീവ് ജേക്കബ്. തിരുവനന്തപുരത്ത് താമസിക്കുന്നു. ഞാൻ ടീച്ചറായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവകൃപയാൽ ബഹുമാനപ്പെട്ട ഡാനിയലസിന്റെ ധ്യാന കേന്ദ്രത്തിൽ കൗൺസിലറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ ഡാനിയലസിന് ആത്മീയ പിതാവായുള്ള 2 കൂട്ടായ്മകൾ ബ്ലസ്സഡ് ഫാമിലിയും ഹെവൻലി ബ്ലിസ്സും നയിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളി രാജീവ് ജേക്കബ് റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. എനിക്ക് 2 ആൺമക്കളാണ്. മൂത്ത മകൻ എറണാകുളത്ത് കുടുംബസമേതം താമസിക്കുന്നു. 2ാമത്തെ മകൻ സ്വിറ്റ്സർലൻഡിൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. തികച്ചും ദൈവവിശ്വാസത്തിലായിരുന്ന ഞങ്ങൾ അന്ന് ദൈവത്തോട് ഒരു പരാതിയും പറഞ്ഞില്ല. കാരണം ദൈവം അതിനു മുൻപേ ഞങ്ങളെ ഒരുക്കിയിരുന്നു. കുറെ അടയാളങ്ങൾ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ഒരുക്കിയിരുന്നു. മകനെ പൂർണ്ണ സമാധാനത്തോടെയും പൂർണ്ണ മനസ്സോടെയും തന്നെ കർത്താവിന് കൊടുത്തു. പക്ഷെ എൻ്റെ ഹൃദയം സഹനത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്ന ഈ കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ആത്മീയ കൂട്ടായ്മയെക്കുറിച്ചാണ്. സഹനത്തിന്റെ മാലാഖമാരുടെ കൂട്ടായ്മയെന്നോ ക്രിസ്തുവിന്റെ സഖിമാരുടെ കൂട്ടായ്മയെന്നോ ഒക്കെ അതിന് പേര് വിളിക്കാം. ഒരു മകൻ തിരിച്ചു പോയതിനു ശേഷം 5 മാസം ഈറ്റുനോവ് അനുഭവിപ്പിച്ചതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് എന്നിലൂടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുവാൻ എന്നെ സഹായിച്ചത്. മകനെ സെമിത്തേരിയിൽ അടക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നു. കർത്താവ് എന്നെ സുഖമായിട്ട് ഉറക്കി. അതിനുശേഷം ഞാൻ ഉണർന്നെഴുന്നേറ്റപ്പോൾ കഠിനമായ ഹൃദയവേദന എന്നിലുണ്ടായി. ഞാൻ എഴുന്നേറ്റ് നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ, എൻ്റെ കുഞ്ഞിനെ എടുത്തോ, പക്ഷെ എന്നിലൂടെ ഒരു പദ്ധതി അങ്ങേക്ക് നിറവേറ്റാനുണ്ട് എന്നുള്ളൊരു വിശ്വാസം എന്നിലുണ്ട്. അതുകൊണ്ട് കർത്താവെ, ആ പദ്ധതി എനിക്ക് കാണിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ സഹോദരൻ ഒരു ബൈബിൾ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. ഞാൻ 3 പ്രാവശ്യം അതിലൂടെ വചനമെടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, ഈ വചനത്തിലൂടെ എന്നോടൊന്ന് സംസാരിക്കണമേ. ആ വചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈശോയുടെ, അതും ക്രൂശിതന്റെ പാദത്തിലിരുന്ന് വചനം പഠിക്കുവാനും നിത്യതയെക്കുറിച്ച് മാത്രം നോക്കി ജീവിക്കുവാനുമുള്ള ഒരു ആഹ്വാനമായിരുന്നു. എനിക്ക് മനസ്സിലായി, ബൈബിൾ മുഴുവനും ഞാൻ വായിച്ച് പഠിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. തിരക്കേറിയ ദിവസങ്ങളിൽ വളരെ ബഹളത്തിൻ്റെ ഇടയിൽ വീട്ടിലെ പല പല സ്ഥലങ്ങളിലിരുന്ന് ഞാൻ ബൈബിൾ ആർത്തിയോടെ വായിക്കാൻ തുടങ്ങി. എനിക്ക് ഒരിക്കലും മനസ്സിലാകാത്ത വചനങ്ങളുടെ ഉള്ളിലെ പവിഴമുത്തുകൾ കർത്താവ് എനിക്ക് കാണിച്ചു തരാൻ തുടങ്ങി. കർത്താവിന്റെ സന്നിധിയിലെ ആനന്ദത്തിന്റെ പൂർണ്ണത ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ ബൈബിളിൽ നിന്ന് കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ, സഹനത്തിന്റെ, ശക്തിയുടെ, വിശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ ഒക്കെ വചനങ്ങള് ഇതേ ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ആഗ്രഹം തോന്നി. അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ എനിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ ആ സമയത്ത് ഞാൻ ഒരുപാട് വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കുവാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരുപാട് വചന പ്രഘോഷണങ്ങൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. സാധകന്റെ സഞ്ചാരം, മറിയ വാൾത്തോർത്ത, അതുപോലെ ഫിലോകാലിയ പുസ്തകങ്ങളൊക്കെ ആർത്തിയോടെ ഞാൻ ആ സമയത്താണ് വായിച്ചു തീർത്തത്. അതിവിശുദ്ധമായി ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എന്നിലുണ്ടായി. ആ സമയത്ത് എനിക്ക് ഒരുപാട് സ്വർഗീയ ദർശനങ്ങള്, സ്വരങ്ങള്, സ്വപ്നങ്ങള്, ദിവ്യാനുഭൂതി, പരിശുദ്ധാത്മാഭിഷേകം, സുഗന്ധ തൈലാഭിഷേകം ഇതെല്ലാം ലഭിക്കുവാൻ തുടങ്ങി. അങ്ങനെ കർത്താവ് എന്നെ ഒരുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എങ്കിലും മോനെക്കുറിച്ചുള്ള വിഷമത്താൽ ഒരു ദിവസം ഞാൻ മാറിയിരുന്ന് കരഞ്ഞു. ഈശോയോട് ഞാൻ പറഞ്ഞു, കർത്താവെ, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്, പക്ഷെ എന്നെ ഒത്തിരി സ്നേഹിച്ച്, ഞാൻ ഒത്തിരി സ്നേഹിച്ചിരുന്ന എൻ്റെ കുഞ്ഞ് മാത്രം എൻ്റെ കൂടെ ഇല്ല. എനിക്കത് ദുഃഖമാണ് ഈശോയെ, എനിക്ക് ദുഃഖമുണ്ട്. അപ്പോൾ ഹൃദയത്തിൽ ഞാൻ കേൾക്കുകയാണ്, നിന്റെ ദുഃഖമല്ല വലുത്, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നീ കണ്ണീരൊഴുക്കൂ, പ്രാർത്ഥിക്കൂ. 2 പ്രാവശ്യം ഞാനിത് കേട്ടു. നിന്റെ ദുഃഖമല്ല വലുത്, ദുഃഖിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കൂ, കണ്ണീരൊഴുക്കൂ. എനിക്ക് മനസ്സിലായി എൻ്റെ മോൻ സ്വർഗത്തിൽ തന്നെ ഉണ്ടെന്നും ഞാന് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ മതിയെന്നുമുള്ളൊരു ബോധ്യം ആ സമയം എനിക്കുണ്ടായി. പിന്നെയും ഞാൻ കേട്ടു, കുഞ്ഞെ, നിനക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച എനിക്ക് വേണ്ടി നീ ഒരിറ്റ് കണ്ണുനീർ ഒഴുക്കുന്നുണ്ടോ? ഞാൻ ഉറക്കെ കരഞ്ഞു. എൻ്റെ ഉള്ളിൽ 1-ാം പ്രമാണ ലംഘനം പോലെ എനിക്ക് തോന്നി. ഞാൻ അന്നേരം ഓർത്തു, പല പ്രാവശ്യവും ദൈവത്തെക്കാൾ ഉപരി എൻ്റെ മകനെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് വന്നു. ഞാൻ ആ സമയം കുമ്പസാരിക്കാൻ പോയി. എനിക്ക് കുമ്പസാരിക്കണമെന്ന് തോന്നി. കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസം കിട്ടി. അങ്ങനെ ഞാൻ
തിരിച്ചു വന്ന് വീണ്ടും കർത്താവിന്റെ സന്നിധിയിലിരുന്നു. എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെ ഉരുക്കി വാർത്തുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ ഈ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ അമ്മമാരെ കർത്താവ് എനിക്ക് തരാൻ തുടങ്ങി. അവരെ എല്ലാം ഞാൻ ചേർത്ത് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ 2 കൊറിന്തോസ് 1:4 വചനവും കർത്താവ് ആ സമയത്ത് എനിക്ക് കാണിച്ചു തന്നു. നിനക്ക് കിട്ടുന്ന ആശ്വാസം, വചനത്തിൽ നിന്ന് കിട്ടുന്ന ആശ്വാസം, ഇതേ ദുഃഖം അനുഭവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി നീ അത് പകർന്നു കൊടുക്കൂ. അങ്ങനെ മക്കൾ തിരിച്ചുപോയ അമ്മമാര് 7 പേരായപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ പേരിട്ട് തന്ന് ബ്ലസ്സഡ് ഫാമിലി എന്നൊരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കാനായിട്ട് സാധിച്ചു. സഹനത്തിന്റെയും നിരാശയുടെയും തീച്ചൂളയില് എരിഞ്ഞു കഴിയുന്ന ഓരോ അമ്മമാരുടെയും വിങ്ങുന്ന ഹൃദയം ഞാൻ തന്നെ ഏറ്റുവാങ്ങി ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ചു. അവരുടെ വേദനകള് കുരിശിൻ ചുവട്ടിലെ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചു. തിരുവചനത്തിലൂടെ അവർക്ക് ആശ്വാസം പകർന്നു കൊടുത്തു. ആരിൽ നിന്നും കിട്ടാത്ത ആശ്വാസം തിരുവചനത്തിലൂടെ അവർക്ക് ലഭിക്കുവാൻ തുടങ്ങി. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, 3 കാര്യങ്ങളിൽ ബ്ലസ്സഡ് ഫാമിലി ഉറച്ചു നിന്നു. ശരിക്കും ഈ കൂട്ടായ്മ മാനസികവും ശാരീരികവും വൈകാരികവുമായ ഒരു തെറാപ്പി തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ജീവിതവും മരണവും നിത്യതയും എന്താണെന്ന് വചനത്തിൽ നിന്ന് ഞങ്ങൾ പഠിക്കുന്നു. 24 മണിക്കൂറും ഈ ഗ്രൂപ്പിൽ പ്രാർത്ഥനകളുണ്ട്. അഖണ്ഡ ജപമാല, ബൈബിൾ മാരത്തോൺ, മന്ത്ലി ഡിവോഷൻസ്, അതുപോലെ ഷെയറിങ്, മധ്യസ്ഥ പ്രാർത്ഥനകൾ, ഇതെല്ലാം ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ വളരെ തീക്ഷ്ണതയുണ്ട്. ഷെയറിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് തന്നെ പെനുവേൽ എക്സ്പീരിയൻസ് എന്നാണ്. ദൈവാശ്രയ ബോധത്തിൽ സ്വയം വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും ഈ കൂട്ടായ്മ നന്നായി സഹായിക്കുന്നുണ്ട്. കാരുണ്യ പ്രവർത്തികൾക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും നവംബർ മാസത്തിൽ ഞങ്ങളുടെ ആത്മീയ പിതാവിന്റെ നേതൃത്വത്തിൽ ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് ധ്യാനം തരാറുണ്ട്. വിദേശത്ത് നിന്നും ഇന്ത്യയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് അമ്മമാര് സകുടുംബം ഈ ധ്യാനത്തിൽ പങ്കുചേരുന്നുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു സമയമാണത്. ഒരു സ്വർഗീയ കൂട്ടായ്മയായിട്ട് ഞങ്ങളുടെ കൂട്ടായ്മ ആ സമയത്ത് തോന്നും. ഞങ്ങളുടെ സ്വർഗത്തിലിരിക്കുന്ന മക്കളുടെ കൂട്ടായ്മയൊക്കെ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇപ്പോൾ ഈ കൂട്ടായ്മയില് എല്ലാ അമ്മമാരും പ്രത്യാശയിലാണ്. ഒരുപാട് സഹിക്കാൻ പറ്റാത്ത സഹനങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ സന്തോഷത്തോടെ, കൃപയോടെ ഇതെല്ലാം സഹിക്കാനും ഈ സഹനങ്ങളെല്ലാം പാപികളുടെ മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാഴ്ചവെച്ച് മുന്നോട്ട് പോകുവാനും ഞങ്ങൾക്ക് കർത്താവിൽ നിന്ന് കൃപ ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ സന്തോഷത്തോടെ സഹനങ്ങൾ സ്വീകരിക്കുന്നു. പരിശുദ്ധ അമ്മയെ പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ആത്മീയ പിതാവ് പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: സഭയ്ക്കിനിയും കാര്യസാധ്യത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഭക്തരെ അല്ല ആവശ്യം, മിഷണറിമാരെയും രക്തസാക്ഷികളെയുമാണ്. ഞങ്ങളുടെ കൂട്ടായ്മ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. നമുക്ക് നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും അതിനായിട്ട് ഒരുക്കാം. എല്ലാ ആത്മീയ കൂട്ടായ്മകളും അതിനുവേണ്ടി പ്രവർത്തിക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വളരുന്ന ഒരു കൂട്ടായ്മയും ഭിന്നിച്ചു പോകുന്നില്ല. ഗലാത്യ 6:2 പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ മിസിയോ കൂട്ടായ്മയുടെ 13ാമത്തെ ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. എനിക്ക് ഈ കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞു തന്നത് പ്രിയപ്പെട്ട സിറിലാണ്. സിറില് ഞങ്ങളുടെ കൂട്ടായ്മയിലെ ഒരു അംഗമാണ്. സിറിൽ എന്നോട് ഒത്തിരി കാര്യങ്ങൾ ഈ കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് 7 നിത്യസത്യങ്ങളെ കുറിച്ച് പഠിക്കുവാനായിട്ട് വളരെ ആഗ്രഹം തോന്നി. അങ്ങനെ 13ാമത്തെ ബാച്ചില് ജോയിൻ ചെയ്തു. ഒരുപാട് വചനങ്ങൾ പഠിച്ചു. എല്ലാ ദിവസവും വചന വിചിന്തനം ചെയ്യാൻ ഭയങ്കര തീക്ഷ്ണതയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ബ്ലസ്സഡ് ഫാമിലിയിലെ 13ാമത്തെ ബാച്ചില് ബ്ലസ്സഡ് ഫാമിലിയിലെ കുറെ അമ്മമാര് ജോയിൻ ചെയ്തിരുന്നു. 14ാമത്തെ ബാച്ചിലും ബ്ലസ്സഡ് ഫാമിലിയിലെ കുറെ അമ്മമാര് ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു കൃപ
മനസ്സിനെ വചനം കൊണ്ട് അളക്കാനുള്ള ഒരു കൃപയാണ്. ഏത് ജീവിത സാഹചര്യത്തിലും മനസ്സിനെ വചനം കൊണ്ട് അളക്കാൻ സാധിക്കുന്നു. ഈ മിസിയോ ഗ്രൂപ്പിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അപരിമേയമായ ശക്തി ഈ മിസിയോ കൂട്ടായ്മയിൽ എന്നുമെന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകളിൽ സഹനം എന്നത് ക്രിസ്തുവിനെ ചുംബിക്കാനുള്ള ദൂരത്തിൽ നിങ്ങൾ എത്തി എന്നതിന്റെ അടയാളമാണ്. അത്തരത്തിലുള്ള അനുഭവ സാക്ഷ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇന്നിടം നേടിയത്. അത് കേൾക്കുവാൻ നമ്മെ സർവശക്തൻ ഒരുക്കിയതിൽ സർവശക്തന് നന്ദി പറയുന്നു. രേണു ആന്റിയെ സഹനത്തിന്റെ മാലാക എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവപിതാവിന്റെ അചഞ്ചല സ്നേഹവും പരിശുദ്ധ മാതാവിന്റെ സാന്നിധ്യത്തിലൂടെ സഹനം ഏറ്റെടുക്കുവാനും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് സഹനത്തിന്റെ മാലാക എന്ന കൂട്ടായ്മയ്ക്ക് പ്രകാശമാകാനും കഴിഞ്ഞു എന്ന് തന്റെ ജീവിതാനുഭവത്തിലൂടെ രേണു ആന്റി നമ്മളിലേക്ക് പങ്കുവെക്കുകയുണ്ടായി. രേണു ആന്റിക്ക് ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് നന്ദി. സഭാപ്രസംഗകൻ 4-ാം അധ്യായം 9-12 2 ഒരാളെക്കാൾ മെച്ചമാണ്. കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. അവന്റെ കാര്യം കഷ്ടമാണ്. 2 ഒരുമിച്ച് കിടന്നാൽ ചൂട് കിട്ടും. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. 2 ആണെങ്കിൽ ചെറുക്കാൻ കഴിയും. 30 ചരട് വേഗം പൊട്ടുകയില്ല എന്ന വചനത്തിലൂടെ കൂട്ടായ്മയുടെ പ്രാധാന്യം വരച്ചു കാണിക്കുന്നു. കൂട്ടായ്മയെക്കുറിച്ച് ആഴത്തിൽ അറിയുവാനും ഗ്രഹിക്കുവാനും സ്ലൈഡ് പ്രസന്റേഷനായി ക്ലീറ്റസ് ചേട്ടനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മിസിയോ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം നാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കുകയായിരുന്നു. ഗ്രൂപ്പിലൊക്കെ അഭിഷേകത്തിന്റെ പ്രാർത്ഥനകൾ നടത്തുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കുകയും വലിയ അഭിഷേകം നമ്മൾ നിറയുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധാത്മാവിലൂടെ നാം അനുഭവിച്ചറിഞ്ഞ ആ സ്നേഹം അത് പങ്കുവെച്ച് സ്വയം വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും സാധിക്കണം. അതിനായി നാം ഒരു ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ കൂട്ടായ്മയുടെ ഭാഗമാകേണ്ടതുണ്ട്. പുഷ്പമ ആന്റണിയും തന്റെ പ്രഘോഷത്തിലൂടെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു. അതുപോലെ രേണു രാജീവും അനുഭവത്തിലൂടെയും ഒരു കൂട്ടായ്മ അനുഭവത്തെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. എങ്കിലും നമ്മൾ കൂട്ടായ്മയെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. കൂട്ടവും കൂട്ടായ്മയും എന്നത് രണ്ടാണെന്നുള്ളത് ആദ്യമേ ഞാൻ പറഞ്ഞു വയ്ക്കട്ടെ. നമുക്ക് ഈ ചിത്രത്തിൽ ഒരു കൂട്ടം വിറകുകൾ കാണാനായിട്ട് സാധിക്കും. ആ കൂട്ടം വിറകുകൾക്ക് ജീവനില്ല. ജീവനില്ലാത്തത് കൊണ്ട് തന്നെ അതൊരു കൂട്ടായ്മയാകുന്നില്ല, വെറും ഒരു കൂട്ടം മാത്രമാണ്. അടുത്തതായി നമുക്ക് ഒരു ചിത്രം കൂടി കാണാൻ സാധിക്കും. 5 മുതൽ രാത്രി 10 വരെ ജീവനുള്ള ഒരു കൂട്ടം മനുഷ്യരാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണുന്നത്. ഇവർക്ക് ജീവനുണ്ട്. എങ്കിലും ഇവർ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടി മാത്രം ഒന്നിച്ചുകൂടിയവരാണ്. ഇവർ തമ്മിൽ പരസ്പരം വ്യക്തിപരമായി അറിയണമെന്നോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാവണമെന്നോ നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ജീവനുള്ള ഒരു കൂട്ടമാണെങ്കിലും ഇതൊരു കൂട്ടം മാത്രമാണ്, കൂട്ടായ്മയല്ല എന്ന് പറയാം. ഇനി പ്രപഞ്ചത്തിലേക്ക് നോക്കുകയാണെങ്കിലോ, പ്രപഞ്ചം ദൈവാംശമുള്ള, ചലനമുള്ള, പരസ്പര ആകർഷണമുള്ള ആകാശഗോളങ്ങളുടെ ഒരു കൂട്ടമാണ്. ഇവിടെ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചതാണ്. ഇതിന് ചലനമുണ്ട്, പരസ്പര ആകർഷണമുണ്ട്, അതുപോലെ തന്നെ
ഒരു കൂട്ടം ഗോളങ്ങളാണ്. ഇതും ഒരു കൂട്ടം മാത്രമാണ്, കൂട്ടായ്മയല്ല എന്നുള്ളത്. കൂട്ടായ്മയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ജീവനില്ലാത്ത ഒരു ശരീരത്തെ നോക്കിക്കാണുകയാണെങ്കിലോ, ജീവനില്ലാത്ത ശരീരം ഒരു കൂട്ടം അവയവങ്ങൾ മാത്രമാണ്. എന്നാൽ ജീവനും ആത്മാവുമുള്ള ശരീരം ചലനാത്മകവും ക്രിയാത്മകവുമാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവുള്ള ശരീരം അവയവങ്ങളുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നു. ഇവിടെ ശരീരത്തിന് ജീവനുണ്ട്, അതുകൊണ്ട് തന്നെ ചലനാത്മകവുമാണ്. ആത്മാവുണ്ട്, അതുകൊണ്ട് തന്നെ ക്രിയാത്മകവുമുണ്ട്. എന്നാൽ നമുക്ക് പറയാൻ സാധിക്കും, കൂട്ടത്തെ കൂട്ടായ്മയാക്കുന്നത് ക്രിയാത്മക ശക്തിയായ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഒരു കൂട്ടത്തെ കൂട്ടായ്മയാക്കുന്നത് എന്ന് നാം കാണുകയാണ്. ഏകീകരണത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുന്നവരുടെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറയുന്നു. അവരുടെ ആഗ്രഹങ്ങൾ ഏകീകരിക്കപ്പെടുന്നു, ചിന്തകൾ ഏകീകരിക്കപ്പെടുന്നു, അവരുടെ മനസ്സുകൾ തമ്മിൽ അടുക്കുന്നു. അങ്ങനെ അവർ ഒരു കൂട്ടായ്മയായി തീരുന്നു. റോമ 5:5 വചനം നമുക്കിവിടെ ഓർക്കാം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതെ, ഏകീകരണത്തിന്റെ ആത്മാവ് നമ്മളിൽ നിറയുമ്പോൾ നമ്മുടെ ചിന്തകളും മനസ്സും ആഗ്രഹങ്ങളും എല്ലാം ഒന്നായിത്തീരുന്നു. ഒരു കൂട്ടത്തെ കൂട്ടായ്മയാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ആത്മാവ് നിറവുള്ള ഒരു സ്നേഹ കൂട്ടായ്മയുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവരാജ്യ സംസ്ഥാപനമാണ്. അവർക്ക് ഒരു മനസ്സായിരിക്കും, ഒരേ ആശയമായിരിക്കും, ഒരേ ലക്ഷ്യമായിരിക്കും. ഇനി കൂട്ടായ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ദൈവം തന്നെയായ കൂട്ടായ്മയാണ്. അതെ, ദൈവം തന്നെ ഒരു കൂട്ടായ്മയാണ്. നമുക്കറിയാം, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ഈ 3 വ്യക്തിത്വങ്ങളുടെ ഒരു യൂണിറ്റിയാണ് കൂട്ടായ്മ, പരിശുദ്ധ ത്രിത്വിക കൂട്ടായ്മ എന്ന് പറയുന്നത്. നമുക്ക് ഈ കൂട്ടായ്മയെ വേർതിരിച്ച് കാണുവാൻ നമുക്ക് സാധിക്കില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് ഫിലിപ്പോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക. അതിന് യേശു മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, ഫിലിപ്പോസേ, നീ എന്നെ കാണുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെയും കാണുന്നു, പിന്നെ എന്തിന് നീ പിതാവിനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു? അതെ, ഒരിക്കലും വേർതിരിച്ച് കാണാൻ സാധിക്കാത്ത ഒരു ആത്മബന്ധമുള്ള ഒരു കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ നിന്നാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഉൽപ്പത്തി 1:26 തിരുവചനത്തിൽ ലോകത്തിലെ സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചതിന് ശേഷം അവസാനം ദൈവം പറയുന്നു, നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് നമ്മുടെ ഛായയിൽ എന്ന് പറയുമ്പോൾ അതൊരു ഒന്നിലധികം ആൾക്കാർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ വ്യക്തികൾ ദൈവം തന്നെയായ കൂട്ടായ്മയാണ്. അങ്ങനെ ദൈവം തന്നെയായ കൂട്ടായ്മയിൽ നിന്നുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളിന്മേൽ ആധിപത്യം വഹിക്കാനും വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമെല്ലാം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ദൈവം സൃഷ്ടിച്ച സകലതും നല്ലതായി ദൈവം കണ്ടു. എന്നാൽ പക്ഷെ ഒന്നു മാത്രം നല്ലതല്ലെന്ന് ദൈവം കണ്ടു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ലെന്നാണ് ദൈവം കണ്ടത്. അങ്ങനെ ലോകത്തെ നീതിയിലും വിശുദ്ധിയിലും നയിക്കുവാൻ ഒരു മനുഷ്യനൊരു കൂട്ടായ്മ ആവശ്യമാണെന്ന് മനസ്സിലാക്കി അതിനായി സ്ത്രീയെ സൃഷ്ടിച്ച് മനുഷ്യന് കൂട്ടു നൽകുന്നു. അങ്ങനെ സ്ത്രീയും പുരുഷനുമാവും ദൈവവുമായുള്ള ഒരു കൂട്ടായ്മ ദൈവം സൃഷ്ടിക്കുന്നു. ഇനി പ്രപഞ്ചത്തിലേക്ക് നോക്കുകയാണെങ്കിലോ പ്രപഞ്ചം വളരുന്നതും ഒരു കൂട്ടായ്മയിലാണ്. മനുഷ്യനെ ഈ ലോകത്തെ നയിക്കാൻ ആവശ്യമായ സകലതും ദൈവം ആദ്യമേ സൃഷ്ടിക്കുന്നു. സ്വാദുള്ള ഫലങ്ങൾ, കായ്ക്കുന്ന വൃക്ഷങ്ങൾ, സ്വർണം, സുഗന്ധദ്രവ്യങ്ങൾ, പവിഴക്കല്ല്, കൃഷി, അങ്ങനെ സകലതും സൃഷ്ടിക്കുന്നു. അതിനുശേഷമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഉൽപ്പത്തി 2:15 വായിക്കുന്നു, ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനുമായി ദൈവം
ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവണമെന്നും മനുഷ്യനും തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവണമെന്നും മനുഷ്യരുടെ സഹജീവികളുമായി ഒരു കൂട്ടായ്മ ഉണ്ടാവണമെന്നും ഈ പ്രപഞ്ചത്തോടും ഒരു കൂട്ടായ്മ ഉണ്ടാവണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഇനി ഉൽപ്പത്തി 12:2 അബ്രഹത്തോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും. അതെ, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. അബ്രഹാമും ദൈവവുമായുള്ള ആ കൂട്ടായ്മ ഒരു കുടുംബത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ വലിയൊരു ജനതകളുടെ കൂട്ടായ്മയാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെറു കുടുംബങ്ങൾ ഒന്നിച്ച് ചേർന്ന് വലിയൊരു കൂട്ടായ്മയെ വളരുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പുറപ്പാട് 3:15 15 മോശയോട് ദൈവം പറയുന്നുണ്ട്, അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അതെ, ദൈവവും മനുഷ്യനുമായുള്ള ഒരു കൂട്ടായ്മയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ഒറ്റയ്ക്ക് വിടുകയല്ല ദൈവം ചെയ്യുന്നത്, മറിച്ച് ദൈവവും മനുഷ്യനുമായുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു. വീണ്ടും ലേവ്യരുടെ പുസ്തകം വായിക്കുമ്പോൾ ലേവ്യർ പുസ്തകം 26:12 ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. അതെ, അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മയുടെ ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കാണാൻ സാധിക്കും. മുൻപ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഭാപ്രാസംഗികൻ 4:9-12 വരെയുള്ള വചനങ്ങൾ. രണ്ടുപേർ ഒരാളെക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അപരന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവന്റെ കാര്യം കഷ്ടമാണ്. രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും, തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചേക്കാം, രണ്ടുപേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. അതെ, രണ്ടുപേർ ഒരാളെക്കാൾ മെച്ചം, മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു കൂട്ടായ്മയിലാകുമ്പോൾ ദൈവം അവരോട് ചേർന്ന് ഒരു മുപ്പിരി ചരടായി മാറുന്നു. അങ്ങനെ ആ കൂട്ടായ്മ ദൃഢമാകുന്നത്. ഇന്ന് വിവാഹത്തിലൂടെ ഓരോ കുടുംബവും രൂപീകരിക്കപ്പെടുമ്പോൾ ഈ മുപ്പിരി ചരട് അവിടെ ഉണ്ടാകുന്നു. വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ, വ്യത്യസ്ത സ്വഭാവങ്ങളിലൂടെ, വ്യത്യസ്ത വ്യക്തികൾ തമ്മിൽ രണ്ടുപേർ ഒന്നാകുമ്പോൾ ദൈവവും അവരോടുകൂടെ ചേരുന്നു. അങ്ങനെ അപൂർണരായ രണ്ട് ദമ്പതികൾ ഒന്നിച്ചു ചേരുമ്പോൾ പൂർണ്ണത നൽകുന്നത് ഈശോ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ആവർത്തിക്കുമ്പോഴാണ്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കുടുംബം അവന്റെ ബുദ്ധിയിൽ നയിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ മുപ്പിരി ചരട് അവിടെ പൊട്ടിപ്പോകുന്നത്. എന്റെയും ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ വിവാഹത്തിന് മുൻപ് അത്രയധികം ഒന്നും ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നില്ല. തികച്ചും ബുദ്ധിയുടെ തലത്തിൽ മാത്രം ജീവിച്ചു പോയിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ എൻ്റെ ജീവിത പങ്കാളി, എനിക്കിന്ന് ദൈവം നൽകിയ എൻ്റെ ജീവിത പങ്കാളി കൗദാശിക ജീവിതത്തിലും അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിലും വളരെയധികം ആഴപ്പെട്ട വ്യക്തിയായിരുന്നു. ഞങ്ങൾ ജീവിതം ആരംഭിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ ദൈവാശ്രയ ബോധമില്ലാതെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കുടുംബത്തിലും പ്രശ്നങ്ങൾ പൊന്തി തുടങ്ങി. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും വഴക്കുകളും വേർപിരിഞ്ഞു നിൽക്കലുകളും ആയി മുന്നോട്ട് പോയി. ഞങ്ങളുടെ ജീവിതത്തിലെ വിവാഹം തന്നെ വേണ്ട എന്ന് ഞങ്ങൾക്ക് തോന്നിച്ചിരുന്ന നിമിഷങ്ങളാണ്. തീർച്ചയായും ആത്മഹത്യയുടെ വക്ക് പോലും എത്തിയ ആ അവസരത്തില് ദൈവം ഞങ്ങളെ വീണ്ടും ഒരു ധ്യാനത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആ ധ്യാനത്തിൽ വെച്ച് ഒത്തിരി ഉൾക്കാഴ്ചകൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാനൊരു തുറന്ന കുമ്പസാരം നടത്തി ഒരു ദൈവത്തിലേക്ക് ആഴപ്പെടുവാനായിട്ട്, ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ, ഇട്ടിരുന്നപ്പോൾ ഏറ്റവും അധികം വിഷമിച്ചിരുന്ന ഞങ്ങളുടെ മക്കളാണ്
സന്തോഷഭരിതരായത്. അവർ വളരെ പോസിറ്റീവായി, വളരെ നല്ല സ്വഭാവമുള്ള, നല്ല ഒരു ദൈവിക ബോധ്യമുള്ള മക്കളായി വളരുവാൻ സാധിച്ചു. ഞങ്ങൾക്കും സ്വയം വളരുവാനും അവരെ വളർത്തുവാനും ഞങ്ങൾക്ക് അതിനായി സാധിച്ചു. എൻ്റെ ജീവിതത്തിലെ എനിക്ക് കൂട്ടുതന്ന എൻ്റെ ജീവിത പങ്കാളിയിലൂടെ എനിക്ക് കിട്ടിയ ആ ദൈവസ്നേഹം, ആ കൂട്ടായ്മ അനുഭവം ഞങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തിയില്ല. അത് ഞങ്ങളുടെ മറ്റു കുടുംബാംഗങ്ങളിലേക്കും അയൽപ്പക്കങ്ങളിലേക്കും അതുപോലെ തന്നെ ഇടവകയിലേക്കും മറ്റുള്ള സംഘടനകളിലേക്കുമെല്ലാം അത് ഞങ്ങൾ പകർന്നു നൽകാൻ തുടങ്ങി. ഞങ്ങൾ ഇന്ന് ധ്യാനത്തിനും മറ്റുമായി ഒരുമിച്ച് ശുശ്രൂഷിക്ക് പോകാനായി സാധിക്കുന്നു. ദിവസവും മക്കളുമൊത്ത് ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾക്ക് വലിയ കൃപ ലഭിക്കുന്നു. അതെ, ഒരു കുടുംബം എന്ന കൂട്ടായ്മ അനുഭവത്തിലേക്ക് ഞങ്ങൾക്ക് അങ്ങനെ വളരുവാനായിട്ട് സാധിക്കുന്നു. അതെ, നമുക്കറിയാം, ഇനി പരിശുദ്ധ ത്രിത്വൈക കൂട്ടായ്മയിൽ നിന്നാണ് ഈശോ തന്റെ തിരുകുടുംബ കൂട്ടായ്മയിലേക്ക് വരുന്നത്. ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞ, ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിച്ച ജീവിക്കുന്ന മാതാപിതാക്കളുടെ മകനായിട്ടാണ് ഈശോ ഈ കൂട്ടായ്മ അനുഭവത്തിൽ വളരുന്നത്. ആ വളർച്ചയിൽ നിന്നുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ ശിഷ്യന്മാർക്ക് വചനം പഠിപ്പിക്കുന്നു. മാർക്കോസിന്റെ സുവിശേഷം 3:14 ഇങ്ങനെ വായിക്കുന്നുണ്ട്: തന്നോട് കൂടെ ആയിരിക്കുവാൻ, പ്രസംഗിക്കുവാൻ, അയക്കുവാൻ, പിശാചുകളെ ബഹിഷ്കരിക്കുന്നതിനുള്ള അധികാരം നൽകാനായി 12 പേരെ നിയോഗിച്ചു. കൂട്ടായ്മയിലാണ് യേശു തന്റെ ദൗത്യം ആരംഭിക്കുന്നത്. അവിടുന്ന് വചനം നൽകിക്കൊണ്ട് ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ പോകുമ്പോൾ കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സെയ്യോൻ ശാലയിലെ പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും ചേർന്ന് കൂട്ടായ്മയിൽ ഒരു മനസ്സോടെ, ഒരു ലക്ഷ്യത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നത് തീനാളത്തിന്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടുതലായി നിറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് പുതിയൊരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് അവിടെ കൂടിയിരുന്ന ജനങ്ങളെ പത്രോസ്ലിഹ സ്വാഗതം ചെയ്യുന്നു. അപ്പസ്തോല പ്രവർത്തനം 2:41 അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അതെ, ആ പെന്തക്കോസ്താ ദിനത്തിലാണ് തിരുസഭയാകുന്ന ആ വലിയ കൂട്ടായ്മ ജനിക്കുന്നത്. കൂട്ടായ്മയിലുള്ള വളർച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന്റെ വളർച്ചയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനം 2:42 അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവം പങ്കുകൊണ്ടു. അതെ, ഇതെല്ലാം നാം ഇന്നും ദിവ്യബലിയിൽ കാണുന്നുണ്ട്. ദിവ്യബലിയിൽ പ്രബോധനമുണ്ട്, കൂട്ടായ്മയുണ്ട്, അപ്പം മുറിക്കലുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഇതെല്ലാം ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടി സഭയിലൂടെ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 2:44 വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. ഇതാണ് കൂട്ടായ്മയുടെ മനോഹാരിത. ദൈവരാജ്യ അനുഭവം, നാം എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു മനോഭാവം, എന്റേതായി ഒന്നുമില്ല എന്നുള്ള മനോഭാവം ദൈവരാജ്യാനുഭവത്തിലേക്ക് ഒരു കൂട്ടായ്മ നമ്മളെ വളർത്തുന്നു. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 2:46 അവർ ഏക മനസ്സോടെ താല്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ശ്രദ്ധയിലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 2:46 അവർ ഒന്നു ചേർന്നിരുന്നത് ആരുടെയെങ്കിലും നിർബന്ധത്തിനോ വഴങ്ങിയല്ല, മറിച്ച് താല്പര്യപൂർവം ഏക മനസ്സായി അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി. അതും ഹൃദയലാളിത്യത്തോടെ, ആഹ്ലാദത്തോടെ. അവർ ഭവനം തോറും അപ്പം മുറിച്ചു ഭക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഒരു കൂട്ടായ്മയിൽ എന്തു സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു കൂട്ടായ്മയിൽ അവരുടെ മനസ്സ് ഏകമാകുന്നു.
അവരുടെ ഒരേ മനസ്സോടെ ഹൃദയൈക്യത്തിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ അവരുടെ ആത്മബന്ധം വളരുകയും സ്നേഹം വളരുകയും ചെയ്യുന്നു. ഹൃദയ ഐക്യത്തോടെ ആത്മബന്ധത്തോടെ ഒരു മനസ്സോടെ ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോൾ ആ സ്നേഹബന്ധം വളരുന്നു. ഇവിടെ എൻ്റെ നിന്റെ അല്ലെങ്കിൽ ഞാൻ നീ എന്നൊരു മനോഭാവമില്ല. നമ്മൾ നമ്മുടെ എന്ന ദൈവരാജ്യ കാഴ്ചപ്പാടാണ് ഉണ്ടാകുന്നത്. ഇനി ഈ കൂട്ടായ്മയിലാണ് ബന്ധങ്ങൾ വളരുന്നത്. നമ്മുടെ മിസിയോ കൂട്ടായ്മയിൽ വന്നതിന് പിന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കിടക്കുന്ന കുറെ നല്ല മനുഷ്യരുമായി ബന്ധം സ്ഥാപിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായി തന്നെയുമല്ല, ഈ കൂട്ടായ്മയിൽ പങ്കുവയ്ക്കലുകൾ സാധ്യമാകുന്നു. നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി വേദനിക്കുമ്പോഴാണ് അവരുടെ കരുണ കാണിക്കാനും നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുമായി നമുക്ക് സാധിക്കുന്നത്. ഇനി അടുത്തതായി സമർപ്പണം ആഴപ്പെടുന്നു. കൂട്ടായ്മയിൽ ഓരോരുത്തരും തങ്ങളുടെ കഴിവും സമയവും സമ്പത്തും ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. അതെ, ഈ കോഴ്സ് തന്നെ നോക്കുമ്പോൾ അതിനൊരു ഉദാഹരണമാണ്. ഈ കോഴ്സിലൂടെ കഴിഞ്ഞ സെഷനിലൂടെ എല്ലാം കടന്നുപോയപ്പോൾ അത് വിജയകരമായും ഇനി വരുന്ന സെക്ഷനുകളൊക്കെ ഭംഗിയാക്കാനും സാധിക്കുന്നത് ഈ ഓരോ വ്യക്തികളുടെയും സമർപ്പണമാണ്. ഇതിൽ ആയിരിക്കുന്ന മെമ്പർമാർ അവരുടെ സമയവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു ദൈവ കൂട്ടായ്മയിലായിരിക്കുവാൻ അത്രയധികം സമർപ്പണം നടത്തുന്നുണ്ട്. നാം ഒരു കൂട്ടായ്മയുടെ ഭാഗമായതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഇനി അടുത്തതായിട്ട് പരസ്പരം താങ്ങാനും ചേർത്ത് പിടിക്കാനും പരസ്പരം ക്ഷമിക്കാനും ഒക്കെ സാധിക്കുന്നു. അങ്ങനെ പരസ്പരമുള്ള ഒരു വളർച്ച ഇവിടെ കൂട്ടായ്മയിലൂടെ നടക്കുന്നു. ആത്മീയ ജീവിതത്തിൽ തിരുത്തലുകൾ ആവശ്യമാണ്. അതായത് കൂട്ടായ്മയിലൂടെയാണ് തിരുത്തലുകൾ സാധ്യമാകുന്നത്. നമുക്ക് തിരുത്തലുകൾ നൽകുവാനായിട്ട് ആരുമില്ലെങ്കിൽ ആത്മീയമായി വളരുവാൻ സാധിക്കുകയില്ല. നമ്മൾ ശരിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളും മനോഭാവങ്ങളും പലപ്പോഴും തെറ്റായി എന്ന് വരാം. എന്നാൽ കൂട്ടായ്മയിൽ തിരുത്തലുകൾ സാധ്യമാകുന്നു. കൂട്ടായി പ്രാർത്ഥിക്കുവാനും വചനം പഠിക്കുവാനും ഓരോ കൂട്ടായ്മയും നമ്മളെ വളർത്തുന്നു. നമ്മള് രേണു ചേച്ചിയുടെ ആ കൂട്ടായ്മ അനുഭവം ഇവിടെ പങ്കുവെച്ചപ്പോൾ അവർ എത്രയോ പേർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തെക്കുറിച്ച് പഠിക്കാനും കാണിച്ച ഒരു കൂട്ടായ്മ അനുഭവം നമ്മൾക്ക് വളരെ നല്ലൊരു ഉദാഹരണമാണ്. ഇനി ക്രിസ്തു ശിഷ്യന്റെ രൂപീകരണം നടക്കുന്നു. കൂട്ടായ്മയിലാണ് ഒരു ക്രിസ്തു ശിഷ്യന്റെ രൂപീകരണം സാധ്യമാകുന്നത്. എഫെസസ് 4:32 ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെയും പെരുമാറുകയും. ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക അതാണ്. നമ്മോട് ക്ഷമിച്ചതുപോലെ നാം പരസ്പരം ക്ഷമിക്കുവാൻ. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 26-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: സഹോദരരെ, ആകയാൽ എന്തു വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ഒരു ക്രിസ്തു ശിഷ്യന്റെ രൂപീകരണമാണ് ഇവിടെ സാധ്യമാകുന്നത്. ആഴമായ ക്രിസ്തു അനുഭവത്തിൽ വളരാനായിട്ട് ഒരു കൂട്ടായ്മ നമ്മളെ സഹായിക്കുന്നു. അതില് ആദ്യമായി വ്യക്തിപരമായ പ്രാർത്ഥന. നമുക്കറിയാം, വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയില്ലാതെ, ദൈവവുമായുള്ള ഒരു സംഭാഷണമില്ലാതെ നമുക്ക് നിലനിൽക്കുവാൻ സാധ്യമല്ല. പലരും പല ധ്യാനങ്ങളിലും പങ്കെടുത്ത് ഒട്ടേറെ ഉൾക്കാഴ്ചകൾ കിട്ടിയെങ്കിലും വ്യക്തിപരമായ ഒരു പ്രാർത്ഥന ഇല്ലാത്തതിനാൽ ആ ബന്ധം വിച്ഛേദിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. അതുപോലെ തന്നെ ദൈവവചന ധ്യാനം ഒരു കൂട്ടായ്മയുടെ അത്യന്താപേക്ഷിതമാണ്. ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെ ദൈവം നൽകുന്ന ഉൾക്കാഴ്ചയും ദൈവം നമ്മോട് സംസാരിക്കുക എന്നതുമായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അടുത്തതായിട്ട് നമ്മളെ ക്രിസ്തുവിന്റെ അനുഭവത്തിൽ വളരാൻ സഹായിക്കുന്ന മറ്റൊന്നാണ് കൗദാശിക ജീവിതത്തിൽ വളരുക എന്നത്. നമ്മുടെ ദിനംപ്രതിയുള്ള
യേശുവിന്റെ ബലിപീഠത്തിൽ നിന്നുള്ള നീർച്ചാലുകളാണ് ശരിക്ക് ഓരോ കൗദാശിക ജീവിതവും. ഈ നീർച്ചാലുകളിൽ നിന്ന് നാം കുഞ്ഞാടുകളാകുന്ന നാം ആ അരുവിയിൽ നിന്ന് ജലം കുടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ ഓരോ കൗദാശിക ജീവിതവും നമ്മളെ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനായിട്ട് സാധിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് കുമ്പസാരവും അത് ദിവ്യബലിയും എന്ന് പറയുന്നത്. എൻ്റെ അനുഭവത്തിലും ഞാൻ കൂടുതൽ ആഴത്തിൽ ക്രിസ്തുവിനെ അനുഭവിക്കാനായി എനിക്ക് സാധിച്ചിട്ടുള്ളത് ദിനംപ്രതിയുള്ള എൻ്റെ ബലിയർപ്പണത്തിലൂടെയാണ്. അതുപോലെ വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്രിസ്തു അനുഭവം നമ്മളിൽ ഉണ്ടായിത്തീരുന്നു. വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് അവരോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നതും ഒരു കൂട്ടായ്മ അനുഭവത്തിലൂടെയാണ്. നമ്മൾ എല്ലാവരും കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഒരു വ്യക്തി നമ്മളോട് വേദനിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയവും ഒരുപോലെ വേദനിക്കുന്നു. അങ്ങനെ ക്രിസ്തു അനുഭവം നമ്മളിൽ സാധ്യമാകുന്നു. മറ്റൊന്ന് ദശാംശം പങ്കുവയ്ക്കുക എന്നതാണ്. ഇത് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഓരോ കൂട്ടായ്മയിലും വ്യക്തികളും ദശാംശം പങ്കുവെക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ആത്മീയ ജീവിതത്തിലെ വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. പഴയ നിയമം നോക്കുകയാണെങ്കിൽ 10-1 നൽകാനായിട്ട് നമ്മളോട് പഴയ നിയമം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ പുതിയ സുവിശേഷത്തിലേക്ക്, പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ അതിലും കൂടുതലുള്ള അതിൽ ഏറെയുള്ള ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു വയ്ക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിലെ ഭണ്ഡാരത്തിൽ തന്റെ ഉപജീവനത്തിനുള്ള തുട്ടുപോലും നിക്ഷേപിക്കുന്ന പാവപ്പെട്ട സ്ത്രീയെ നമുക്ക് കാണാൻ സാധിക്കും. യേശു പറയുന്നു, ധനവാൻ നിക്ഷേപിച്ചതിനേക്കാളേറെ വിലയുള്ളതാണ് ഈ ചെമ്പുത്തുട്ട് എന്ന് അവിടെ പറഞ്ഞു വെക്കുകയാണ്. കാരണം അത് കൊടുക്കാനുള്ള മനോഭാവമാണ് യേശു അവിടെ കണ്ടത്. അതെ, കൂട്ടായ്മയിലൂടെ യേശു പറഞ്ഞു വയ്ക്കുന്ന ആ മനോഭാവം ഇങ്ങനെയാണ്. തനിക്ക് ആവശ്യമുള്ളത് കഴിച്ച് ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ്. ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ ദൈവത്തിനാണ് കടം കൊടുക്കുന്നത് എന്ന വചനം നമുക്കിവിടെ ഓർമ്മിക്കാം. ഇനി സഭ നമ്മോട് പറയുന്നുണ്ട്, 2-ാം വത്തിക്കാൻ കൗൺസിലിൽ സഭ ആധുനിക യുഗത്തിൽ എന്നതിന്റെ 27-ാമത്തെ പേരയിൽ പറയുകയാണ്, ഓരോരുത്തരും അയൽക്കാരനെ ഒരാളെ പോലും ഒഴിവാക്കാതെ വേറൊരു ഞാനായി പരിഗണിക്കണമെന്ന്. തീർന്നില്ല, അവന്റെ ജീവിതം സംബന്ധിച്ചും അത് മാന്യമായി നയിക്കുന്നതിന് ആവശ്യമായ വിഭവങ്ങൾ സംബന്ധിച്ചും പ്രധാനമായും ശ്രദ്ധ ചെലുത്തണമെന്ന്. അതെ, ഞാനും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്, ഓരോ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് ദരിദ്രനോട് ദയ കാണിക്കുക എന്ന് പറയുന്നത്. ധനവാനും ലാസറിന്റെയും ഉപമ ഞാനിവിടെ ഓർക്കുകയാണ്. തീർച്ചയായും ധനവാൻ ലാസറിനോട് യാതൊരുവിധ ഉപദ്രവവും ചെയ്യുന്നതായി കാണുന്നില്ല. എങ്കിലും ലാസറിനോട് ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അവന്റെ ആ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ധനവാൻ കണ്ടില്ല എന്ന് നടിച്ചതാണ്. അതെ, ദരിദ്രരോട് ദയ കാണിക്കുക എന്നുള്ളത്. ഇനി അടുത്തതായി ആത്മീയ ശിക്ഷണത്തിൽ വളരുക എന്നത്. ആത്മീയ ശിക്ഷണത്തിൽ വളരുക എന്നത് തീർച്ചയായും ഒരു കൂട്ടായ്മ ക്രിസ്തു അനുഭവത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഇനി 1 യോഹന്നാൻ 1:3, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. അതെ, ക്രിസ്തുവിനെ അവർ കാണുകയും കേൾക്കുകയും ചെയ്തു. ഞങ്ങൾ അത് അറിയിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നു. നാം ഓരോരുത്തരും നാം അനുഭവിച്ച ക്രിസ്തുവിനെ ഏറ്റുപറയേണ്ടത് പറയാനായിട്ട് സാധിക്കുന്നത് ഒരു കൂട്ടായ്മ അനുഭവത്തിൽ നിന്നാണ്. ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് വളരുവാനായിട്ട്
സാധിക്കുകയില്ല. ഒരുമയിലെ വളരുവാൻ സാധിക്കുകയുള്ളൂ. 1 കൊറിന്തോസ് 12:12. കൂട്ടായ്മയുടെ ആത്മീയതയിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ നോവോമിലീനോ എന്ന അപ്പസ്തോലിക ആഹ്വാനത്തില് ഇങ്ങനെ പറയുന്നു. കൂട്ടായ്മയുടെ ആത്മീയതയെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. കൂട്ടായ്മയുടെ ആത്മീയത എന്നാൽ സഹോദരി സഹോദരന്മാർ തമ്മിൽ പരസ്പരം ഹൃദയത്തിൽ ഇടം നൽകിക്കൊണ്ടും പരസ്പരം ഭാരം വഹിച്ചുകൊണ്ടും മുന്നേറുക എന്നാണ് അർത്ഥമാകുന്നത്. നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തെ കുറിച്ചുള്ള ഹൃദയത്തിന്റെ ധ്യാനവും ത്രിത്വത്തിന്റെ പ്രകാശവും മറ്റുള്ളവരുടെ മുഖത്ത് ദർശിക്കാനുള്ള ഉൾക്കാഴ്ചയും അതിൽ അടങ്ങിയിരിക്കുന്നു. അതെ, തീർച്ചയായും എത്ര മനോഹരമായാണ് പാപ്പ ഇത് പറഞ്ഞു വെക്കുന്നത്. ഇനി ഇപ്പോഴത്തെ ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിന്റെ ആനന്ദം എന്ന അപ്പസ്തോലിക പ്രബോധനത്തില് ആഹ്വാനത്തില് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഇടവക എന്ന കൂട്ടായ്മയെ കുറിച്ചാണ്. ഇടവക അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിലെ അംഗങ്ങളെ സുവിശേഷവൽക്കരണ കർത്താക്കളാക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. ദാഹിക്കുന്നവർ തങ്ങളുടെ യാത്രാമധ്യേ പാനം ചെയ്യുന്നതിനായി അണയുന്ന പുണ്യ സങ്കേതവും നിരന്തര പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ കേന്ദ്രവുമായ സമൂഹങ്ങളുടെ സമൂഹമാണ് ഇടവക എന്ന് പറയുന്നത്. തീർച്ചയായും ഇടവക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കൂട്ടായ്മ അനുഭവം നമുക്ക് നൽകുന്നു. തീർച്ചയായും ഇനി സകലരും സഹോദരർ, ഭൂമി മുഴുവനും ഒരു പൊതുഭവനം, ക്രിസ്തലി തൂത്തി. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രപഞ്ചം മുഴുവനും എല്ലാവർക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ളത്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൂട്ടായ്മയുടെ ആഴവും നന്മയും നമുക്ക് കണ്ടെത്താനാകും. കൂട്ടായ്മയായ ദൈവം നമ്മെ ഒരിടയനും ഒരു തൊഴുത്തുമാകുന്ന കൂട്ടായ്മ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ക്ഷണിക്കുകയാണ്. ആ ക്ഷണം നമ്മൾ സ്വീകരിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഏക മനസ്സോടും വിശ്വാസത്തിൽ ഒറ്റ സമൂഹമായി പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും പങ്കുവെച്ചും മുന്നോട്ടു പോകുമ്പോൾ നമുക്ക് കൈവരുന്ന ഹൃദയ ലാളിത്യവും ആഹ്ലാദവും മനോഹരമായ സ്ലൈഡ് പ്രസന്റേഷനിലൂടെ കാണിച്ചു തന്ന ക്ലീറ്റസ് ചേട്ടന് ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്തതായി മിസിയോ കുടുംബങ്ങൾക്കായിട്ടുള്ള ചില അറിയിപ്പുകളാണ്. ഒന്നാമത്തേത്, മിസിയോ പ്രിലിംസ് ബാച്ച് 15 ഒക്ടോബർ ആദ്യ വാരത്തോടെ ആരംഭിക്കുന്നതാണ്. അതിലേക്ക് ചേർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോഴേ പ്രാർത്ഥിക്കുകയും പുതിയ ബാച്ചിന്റെ ലിങ്ക് വരുമ്പോൾ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. അടുത്ത ബാച്ചിന്റെ ലിങ്ക് ഈ ആഴ്ച തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. രണ്ടാമത്തേത്, എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചു എന്ന ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. നമ്മുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം ആത്മാർത്ഥതയോടെയാണോ അത്രമാത്രം ഈ കോഴ്സിന്റെ ഫലം ആസ്വദിക്കുവാൻ നമുക്ക് കഴിയും എന്ന കാര്യം ഓർക്കുമല്ലോ. മൂന്നാമത്തേത്, ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമാണുള്ളത്. എന്നാൽ ഏകദേശം 32 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് സെപ്റ്റംബർ 13 മുതൽ 18 വരെ മിസിയോ ഭവനത്തിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 90 61 95 42 30 എന്ന നമ്പറിലോ 96 45 22 80 73 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. നാലാമത്തെ അറിയിപ്പാണ്. നവംബർ മാസം 25 മുതൽ 30 വരെ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 10 മണി വരെ മുംബൈ കല്യാൺ രൂപത കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് മിസിയോ ടീം നയിക്കുന്ന ഫുൾ മിസിയോ കോഴ്സ് കരിഗ്മ നടത്തപ്പെടുന്നു. അതുപോലെ നവംബർ 4 മുതൽ 9 വരെ തൊടുപുഴ മുതലക്കൂടം ഫൊറോന ദേവാലയത്തിൽ വെച്ച് 2ാം പ്രാവശ്യം മിസിയോ കോഴ്സ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണേ. 5ാമത്തേത്,
മിസിയോ ഭവനത്തിൽ 1 2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. ലാസ്റ്റ് വൺ, നിങ്ങളുടെ ഇടവകയിൽ കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മത അധ്യാപകർക്കും ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരിയച്ചന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി വരുന്നതാണെന്ന് അറിയിക്കുന്നു. താങ്ക് യു. അടുത്തായി ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ ആര്യസൂഡാന്റിയെ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു ജോസ്മി, താങ്ക് യു വെരി മച്ച്. കർത്താവിശ്വസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പാമ്മയും രേണുവും ക്ലീറ്റസും ജോസ്മിയും എല്ലാവരും കൂടെ നമുക്ക് കൂട്ടായ്മയെ പറ്റി അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. വെരി വെൽ ഡൺ. ഇനിയിപ്പം നമ്മുടെ കരങ്ങളിലായില്ലേ? കൂട്ടായ്മയെ പറ്റി അറിഞ്ഞിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമ്മളായിരിക്കുന്നിടത്ത് ഈ കൂടെ പറഞ്ഞില്ലേ, 1 യോഹന്നാൻ 1:1-3 ക്ലീറ്റസ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് ഞങ്ങൾക്കുള്ള കൂട്ടായ്മയിൽ നിങ്ങൾക്കും കൂടെ പങ്കുണ്ടായി നിങ്ങൾ സന്തോഷിക്കുന്ന വേണ്ടി ഞങ്ങൾക്ക് സന്തോഷിക്കാനാണെന്ന്. അപ്പോൾ ഇത് ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ കൂട്ടായ്മയിൽ അംഗങ്ങളായി നമ്മളുടെ കൂട്ടായ്മയുടെ ഭാഗമായി വളരുക. നമുക്ക് തുടക്കത്തിൽ നമ്മളെപ്പോഴും കേൾക്കാറും പറയാറുമുള്ള കാര്യമാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യുത്തരം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എല്ലാം കേട്ടിരുന്നിട്ട് എല്ലാം മനസ്സിലായി. പണ്ടാരാണ്ട് പറയുന്നത് കേട്ടു, അയ്യോ പ്രസംഗമൊക്കെ നല്ല കൊള്ളാമായിരുന്നു കേട്ടോന്ന്. നമുക്ക് കൊള്ളാമായിരുന്നു എന്നേ കൊണ്ടില്ലെന്നേ. അപ്പൊ ഇതൊക്കെ ഈ പറയുന്നതൊക്കെ നമുക്ക് കൊള്ളാമായിരുന്നു പറഞ്ഞ് പോകാനല്ലല്ലോ, കൊള്ളണം. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 4-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഭരണവാസ് തനിക്കുണ്ടായിരുന്ന വീടും പറമ്പും വിറ്റിട്ട് ആ കാശ് കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാലത്തിൽ അർപ്പിച്ചു. അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഈ മാമോദീസ മുങ്ങി കൂട്ടായ്മയായവര് അവർക്കുണ്ടായിരുന്ന എല്ലാം പങ്കുവെച്ചു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും ഉണ്ടായിരുന്നില്ല. 5-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ കേൾക്കുന്നുണ്ട്, അനനിയാസും സഫീറായും കൂടെ പോയി അവരുടെ വസ്തു വിറ്റത്രേ. വിറ്റ് കഴിഞ്ഞ് കാശ് കൈ കിട്ടിയപ്പോഴാ അവർക്ക് ഇത് മുഴുവനും കൂടെ കൊണ്ട് കൊടുക്കണമെന്ന് തോന്നി കുറച്ച് മാറ്റി വെച്ചിപ്പോഴത്തെ കഥയും ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിനെതിരായി ചെയ്യുന്ന പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയെന്നൊക്കെ നമ്മൾ വേദപാഠത്തിൽ പഠിച്ചിട്ടുള്ളതൊക്കെയാണല്ലോ. പരിശുദ്ധാത്മാവ് നമുക്കൊരു ബോധ്യം തന്നാൽ ഈ ക്ലാസ്സുകളൊക്കെ അങ്ങനെയാണ്. ശരിക്കും വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന് കേട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള വിശ്വാസ പ്രത്യുത്തരം, സമർപ്പണം ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അപ്പം ഓരോ ഘട്ടത്തിലും നമ്മൾ പറഞ്ഞു നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ശരിക്ക് ഈ ഒരു നമുക്കുള്ളതെല്ലാം ക്ലീറ്റസ് അവസാനം പറഞ്ഞല്ലോ, ഫ്രത്തേലി തൂത്തി ഫ്രാൻസിസ് പാപ്പ നമ്മളോട് പറഞ്ഞത് അതില്ലേ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ ആബാ പിതാവേ എന്ന് വിളിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും. ആബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് വേറൊരു ബോധം വരും. എന്താ, നമ്മൾ ഒറ്റപുത്രനൊന്നും അല്ല, ഭൂലോകത്തുള്ള മനുഷ്യരെല്ലാം ദൈവത്തിന്റെ മക്കളാണെന്നും നമ്മളെല്ലാരും പരസ്പരം സഹോദരരാണെന്നും നമ്മൾ എല്ലാരും ഇങ്ങനെ പരസ്പരം പങ്കുവെച്ച് ഇന്നത്തെ നിങ്ങളുടെ ആവശ്യത്തിൽ കവിഞ്ഞ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതൊക്കെ ഇന്ന് ആവശ്യത്തിലിരിക്കുന്നവർക്ക് അവകാശപ്പെട്ടതാണെന്നൊക്കെയാ പറയുന്നത്. വത്തിക്കാൻ കൗൺസിലും പഠനങ്ങളും സഭാപിതാക്കന്മാരും ഒക്കെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. നമ്മളിതെല്ലാം എത്ര കേട്ടു. ദശാംശത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? ഈശോ പറഞ്ഞു തന്നതാ, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പ്രീസരുടെയും നീതിയെ അതിശയിക്കുന്ന ഒരു നീതി ആവുകയില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയും ദൈവരാജ്യം പ്രവേശിക്കുകയൊന്നും ചെയ്യില്ല. അപ്പം അതിലേക്ക് നമ്മളിങ്ങനെ വളരണം. പിന്നെ തുടങ്ങാൻ ദശാംശത്തിലൊക്കെ തുടങ്ങുക എന്നുള്ളതാ നമ്മുടെ ചുറ്റും തുടങ്ങി. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നൊക്കെ പറയുമല്ലോ. കുടുംബത്താ തുടങ്ങേണ്ടത്. നമുക്ക് ബന്ധുക്കളുടെ ഇടയിൽ, നമ്മുടെ ചുറ്റുപാട്, നമ്മൾ ഇടിച്ച് ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ കണ്ടുമുട്ടുന്ന കാണണം. പറഞ്ഞില്ലേ, ധനവാന്റെയും ലാസറിന്റെയും കഥ പറഞ്ഞില്ലേ? ലാസറിനെ ഒന്നും ചെയ്തില്ല, മനുഷ്യൻ പഠിക്കാൻ കിടക്കാൻ സംബന്ധിച്ചു, നായി പോയി നക്കുന്നതിനും തടസ്സപ്പെടുത്തിയില്ല. പക്ഷേ ആ മനുഷ്യനെ മനസ്സിലാക്കി ചെയ്യാൻ തയ്യാറായില്ല. നല്ല സമരക്കാരന്റെ കഥ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ ഉദാഹരണങ്ങളും ഇവരൊക്കെ ജീവിതാനുഭവങ്ങളും പലതൊക്കെ നമ്മളോട് പറഞ്ഞു. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? കർത്താവ് സക്കേവൂസ്, നിക്കാദേമൂസ്, ഫ്രാൻസിസ് അസീസി,
മദർ തെരേസ, ഒരുപാട് പേരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അവരൊക്കെ തങ്ങളെയും തങ്ങൾക്കുള്ളതെല്ലാം തമ്പുരാൻ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് എന്തൊരാനന്ദം അല്ലേ! നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ ഈ കൂട്ടായ്മയിൽ. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ, കൂട്ടായ്മ നമുക്ക് ചുറ്റും വളരാൻ, നമ്മളിൽ വളർത്താൻ, കുടുംബത്തെ ക്ഷമിക്കാനും സ്നേഹിക്കാനും പങ്കുവെക്കാനും കണ്ടറിഞ്ഞ് സഹായിക്കാനും ഉള്ളതൊക്കെ നോക്കി പതുക്കെ നമുക്കങ്ങ് തുടങ്ങാം. അങ്ങനെ ഒരു വലിയ തുടക്കത്തിന്റെ എന്താ പറയാ മണിയടിയാകട്ടെ ഈ ഒരു സെഷൻ. ഇപ്പം ഞങ്ങളൊക്കെ നിങ്ങളോടൊക്കെ ഇത് പറയുന്നത്, ഇത് പറഞ്ഞ് കേട്ടിട്ട് നമ്മൾ വൃത്തിതിരിക്കുക മാത്രമല്ല, എന്നിട്ട് ഓടി നടന്ന് എല്ലാവരോടും ഇത് പറഞ്ഞ് ഇങ്ങനെ ലോകം മുഴുവനും ദൈവരാജ്യമായി തീരാൻ നമ്മൾ അതിൻ്റെ പ്രഘോഷകരാകാൻ നമ്മൾ ജീവിച്ചുകൊണ്ട്. പണ്ട് ഒരു വാചകം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, റാഡിക്കൽ കൺവേർഷൻ ഈസ് പോസിബിൾ ഓൺലി ആസ് എ റിസൾട്ട് ഓഫ് ഒത്തന്റിക് പ്രൊക്ലമേഷൻ ഓഫ് ദ ഫുൾ ഗോസ്പൽ എന്ന്. ഈ സുവിശേഷം ജീവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശക്തിയിൽ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ജീവിത സാക്ഷ്യത്തോടെ ശരിക്കും നമ്മളിങ്ങനെ പറയുമ്പോൾ ശരിക്കും ഒരുപാട് പേർക്ക് ഈ അടിസ്ഥാന മാനസാന്തരം ഉണ്ടാകും. നമ്മൾ മാനസാന്തരപ്പെടാതെ നമ്മൾ എത്ര കാണാപ്പാഠം പഠിച്ചിട്ടും കാര്യമില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് കാര്യങ്ങൾ കേട്ടതിന് നമ്മൾ ഈ ഒരാഴ്ച ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്താനുള്ള ആഴ്ചയാകട്ടെ. ഓരോ ആഴ്ചയും ഉണ്ടല്ലോ നമ്മൾ ഇതെല്ലാം ഓരോ ദിവസത്തെ ദൈവവചന ധ്യാനവും സബ് ഗ്രൂപ്പ് മീറ്റിങ്ങും അവിടെയുള്ള നിങ്ങളുടെ ഷെയറിങ്ങും ഇതൊക്കെ നമ്മളെയും ഈ ഒരു കൂട്ടായ്മയെ ഉണ്ടാക്കാനും കൂട്ടായ്മയിൽ വളരാനും. രേണുവൊക്കെ പറഞ്ഞു കേട്ടില്ലേ എങ്ങനെയാ കർത്താവ് നയിച്ചതെന്ന് കൂട്ടായ്മ ഉണ്ടാക്കാനൊക്കെ. സൂപ്പറാ. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം നമ്മളെയൊക്കെ there is no limit to the possibilities. ദൈവത്തിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട നമുക്കൊക്കെയുള്ള സാധ്യതകൾക്ക് ഒരു പരിമിതിയും ഇല്ല. സ്വപ്നം കാണാനാവാത്ത വിധത്തിലുള്ള വലിയ കാര്യങ്ങൾ നമ്മളിലും നമ്മളിലൂടെയും ഒക്കെ സംഭവിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നിന്നുകൊടുക്കാം. അപ്പോൾ കൂട്ടായ്മ ഈ ആഴ്ചയിൽ തന്നെ എല്ലാവരും ഈ ദൈവാനുഭവം ഉള്ളവർ വേണം കൂട്ടായ്മയാകാൻ. അതാ നമ്മൾ അടുത്ത കോഴ്സുകളിലേക്കൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവരെ ഒക്കെ ഒന്ന് പറഞ്ഞു വിടുക. അവർക്ക് ഈ അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് കൂട്ടായ്മയായിട്ട് വളർത്താനും ഒക്കെ എളുപ്പമുണ്ടാകും. പുളിമാവ് പോലെ അനേകരുടെ പക്കലേക്ക് ഈ ഒരു എന്താ പറയാ സുവിശേഷം ചെന്നെത്താനും അവരെല്ലാം ഈ കൂട്ടായ്മയുടെ ഈശോ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. നിങ്ങൾക്ക് പരസ്പരം സ്നേഹവും ഐക്യവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയും. അപ്പോൾ ആ രീതിയിൽ സഹോദരർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറാകുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും പറയുമ്പോൾ എന്തെങ്കിലും സമ്പത്ത് പങ്കുവെക്കുന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതൊന്നും അല്ല. ഒരുപാട് പങ്കുവെക്കാനുണ്ട്. നമ്മുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന രീതിയിൽ പങ്കുവെക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് ചുറ്റും മനോഹരമായ ദൈവരാജ്യം, ദൈവകുടുംബം, തിരുസഭ സജീവമായിട്ട് വളരും. നമുക്ക് അതിനുള്ള ഇൻസ്ട്രുമെന്റ് ആകാൻ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ് കേട്ടോ. അപ്പൊ നമുക്ക് ചെയ്യാം. ആദിമസഭയില് പന്തക്കുസ്ത നിറഞ്ഞ് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് പന്തക്കുസ്ത ദിവസത്തിലെ പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോ തന്നെ 3000-ഓളം പേര് അവർ ചേർന്ന് അവരെല്ലാം ഇങ്ങനെ പങ്കുവെച്ച് വളർന്ന് രക്ഷ പ്രാപിക്കുന്നവർ ആനോദിനം കണ്ടെത്തിയാം. ഇന്ന് നമുക്ക് ചുറ്റും അങ്ങനെ ഒരു വേൾഡ് ഇവാഞ്ചലൈസേഷൻ നടക്കട്ടെ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ തന്നെ ഇങ്ങനെ കൂട്ടായ്മയായിട്ട് വളർന്നുകൊണ്ട് ഈ സാക്ഷ്യം വേണം. അങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. അതിന് ഇടയാകട്ടെ. അടുത്ത ആഴ്ചത്തേക്കുള്ള ഒരുക്കമായി ഇതുവരെ വന്നത് മുഴുവൻ അടുത്ത ആഴ്ച ബാക്കി നമുക്ക് കേൾക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. തങ്ങൾക്ക് ഉള്ളത് എല്ലാം പൊതുവായി കരുതി സഹോദരരായി കണ്ട് ഭൂമി ഒരു പൊതുഭവനമാണെന്ന ബോധ്യത്തോടെ കൂട്ടായ്മയിൽ വളരണമെന്നും ശക്തിപ്പെടണമെന്നും അനുദിനം പരിശ്രമിക്കണമെന്നും സന്ദേശം നൽകിയ ആലീസൂടി ആന്റിക്ക് ഒത്തിരി നന്ദി. അടുത്തതായി സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നതിനായി സ്നേഹബഹുമാനപ്പെട്ട ഫാദർ മാത്യു പുതിയ അച്ഛനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നാം ഈ നേരം അത്രയും കൂട്ടായ്മ എന്ന ആ നിത്യസത്യങ്ങളിൽ ഒന്ന് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മളെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് പരിശ്രമിക്കുകയും അത് ജീവിതത്തിൽ സാക്ഷ്യമാക്കുവാനായിട്ടുള്ള സ്വപ്നങ്ങൾ മിനയുകയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ നാളുകൾ അത്രയും ഈ നിമിഷം വരെയും ദൈവത്തിൻ്റെ വലിയ കൃപാവരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കപ്പെടുന്നു എന്നുള്ള വലിയ ബോധ്യം വ്യക്തിപരമായിട്ട് എന്നിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. 10 നാൾ നീണ്ടുനിന്ന ഒരു കെറിഗ്മ കോഴ്സിൽ എപ്രകാരം സുവിശേഷ സാക്ഷ്യമാകാനായിട്ട്, ഇല്ലെങ്കിൽ ഈ നിത്യസത്യങ്ങളെക്കുറിച്ച് പറയുവാനായിട്ട്, പ്രഘോഷിക്കുവാനായിട്ട്, സാക്ഷിയാകുവാനായിട്ട് സാധിക്കുമെന്നത് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. ഇന്ന് അനേകായിരങ്ങൾ തന്നെ ഈ ഒരു കൂട്ടായ്മയിലൂടെ സ്നേഹവും ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവുമൊക്കെ പങ്കുവെച്ചുകൊണ്ട് പ്രേക്ഷിതരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതവും വലിയ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇപ്പോൾ ഈ കോഴ്സ് കൂടിയതിന് ശേഷം എവിടെയും എപ്പോഴും ഈ ഒരു പ്രഘോഷണം നടത്തുവാനായിട്ട്, അല്ലെങ്കിൽ ഒരു ആശയം, ഒരു സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് ഇതൊരു അടിസ്ഥാനമായിട്ട് എപ്പോഴും അറിയാതെ തന്നെ മനസ്സിലും വാക്കുകളിലൂടെയൊക്കെ പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ കൊച്ചിയിലെ രൂപതയുടെ മതബോധന കമ്മീഷൻ്റെ മതബോധന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡയറക്ടറായിരുന്ന അവസരത്തിലാണ് ഈ ഒരു കോഴ്സ് കൂടുവാനായിട്ട് എനിക്ക് സാധിച്ചത്. അന്ന് തൊട്ട് ഇന്നോളം വലിയ രീതിയിലല്ല എങ്കിലും പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന, സാക്ഷ്യം നൽകുവാനായിട്ട് സാധിക്കുന്ന, എവിടെയൊക്കെ അവസരങ്ങൾ കിട്ടുമോ അവിടെയൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഇപ്പോഴും അലിസേച്ചിയും ടോമി ചേട്ടനൊക്കെ അറിയാതെ തന്നെ ആണെങ്കിലും ഞാൻ ഈ കെറിഗ്മ കോഴ്സിൻ്റെ ലിങ്ക് കേരളത്തിലെ 12 ലത്തീൻ രൂപതകൾക്കും വേണ്ടിയിട്ട് പ്രിന്റ് ചെയ്ത് QR കോഡ് കൊടുത്തുകൊണ്ട് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആലിസേച്ചി ചിരിക്കുകയാണ് അവിടെ ഇരുന്ന്. കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ഒരുപക്ഷെ പലരുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇന്നൊരു നമ്മുടെ ഒരു സഹോദരി ഹൈസിന്ത് എന്നോട് ഇന്ന് പങ്കുവയ്ക്കുകയായിരുന്നു. അച്ഛൻ ഇന്ന് ഫൈനൽ ബ്ലെസ്സിങ് തരാനായിട്ട് ഇപ്പോൾ ഒരു മെസ്സേജും വന്നു. സിസ്റ്റർ ജിഷയുടെ ഒരു മെസ്സേജും വന്നു, വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ട്, ബ്ലെസ്സിങ് തരാൻ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ടുള്ള മെസ്സേജ്. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഈ ഒരു കോഴ്സ് ആരംഭിച്ചിട്ട്, പ്രത്യേകിച്ച് ആലിസേച്ചിയുടെയൊക്കെ നേതൃത്വത്തിൽ ആരംഭിച്ചതിന് ശേഷം ഇത് ഒത്തിരിയേറെ വളർന്ന് പന്തലിക്കുവാനായിട്ട് തുടങ്ങി എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആലിസേച്ചി പലപ്പോഴായിട്ട് എന്നോട് ഈ ഒരു കോഴ്സിൻ്റെ കാര്യം എല്ലാ രൂപതകളിലും എത്തിക്കണം, അല്ലെങ്കിൽ പ്രേക്ഷിതരെ കണ്ടെത്തി തരണം എന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ മനസ്സിലും അത് പറയുന്നുണ്ടെങ്കിലും, അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും, നമുക്കറിയാം ഈശോ തന്നെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ, അതായത് ക്ഷണിക്കപ്പെട്ടവൾ വരണേ, പക്ഷേ വിളി കേൾക്കാനും ആ വിളിക്ക് ഉത്തരം കൊടുക്കാനായിട്ടും വിരുന്നനുഭവിക്കാനായിട്ടും സാധിച്ചവർ വളരെ വിരളമാണ്. എനിക്ക് തോന്നുന്നു ഈ കൂട്ടായ്മയിലുള്ളവരെല്ലാവരും ഈ വിരുന്നനുഭവിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചവരാണ് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് നമ്മളാൽ കഴിയുന്ന, നമ്മളാൽ സാധിക്കുന്ന ആ വിധത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ക്ഷണിക്കാം. നമുക്ക് ഈശോയുടെ നാമത്തിൽ നമുക്ക് എല്ലാവരെയും ക്ഷണിക്കാം. പക്ഷേ ഈ ക്ഷണം ദൈവത്തിൻ്റെ ഹിതം കൂടി
ആയിരിക്കട്ടെ. അതനുസരിച്ച് അവർക്ക് ഈ വിരുന്ന് അനുഭവിക്കുവാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മറ്റൊരു വിധത്തിൽ ഞാൻ ക്ഷണിക്കുന്നുണ്ട്. ഇന്ന് 12 രൂപതകളിലും എല്ലാ മതാധ്യാപകരുടെയും പക്കലേക്ക് ഈ ഒരു കെറിഗ്മയെ എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഈ സമൂഹത്തിലുള്ള ഒരു രഹസ്യമായിട്ടാണെങ്കിലും അത് ഒരു പരസ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ ആ ഒരു പേര് അതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് അല്ലെങ്കിൽ ആ ഒരു 12 എന്ന പേരിലാണ് ഞാൻ ആ ഒരു ബുക്ക്ലെറ്റ് നമ്മുടെ ഒരു ഇയർ പ്ലാൻ ആയിട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് മതാധ്യാപകരുടെ കൈകളിൽ എത്തും. അത് സോഫ്റ്റ് കോപ്പിയും അവരുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് QR കോഡ് വഴിയായിട്ട് നമ്മുടെ ഈ 7 നിത്യസത്യങ്ങളും എത്തിക്കുവാനായിട്ട് ഉള്ള ഒരു ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട്. അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടേതായ നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ടാണ് കർത്താവ് പറഞ്ഞത്. ഈ ലോകം എന്ന് പറയുന്നത് മറ്റൊരു രാജ്യം എന്നല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എവിടെ ആയിരിക്കുന്നു ആ ലോകത്തിലാണ്. നമുക്ക് ദൈവം തന്നിട്ടുള്ള ചില മേഖലകളുണ്ട്. അത് കുടുംബമാകാം, അതൊരു ഇടവക സമൂഹമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി മേഖലയാകാം. അവിടെയാണ് നമ്മുടെ ആ ലോകം. അവിടെ നമുക്ക് കഴിയുന്നത്ര നമുക്ക് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട്, പങ്കുവയ്ക്കുവാനായിട്ട് ഈ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് ഈ നിത്യസത്യത്തിൽ നമുക്ക് ആയിരിക്കുവാനായിട്ടും അത് പ്രഘോഷിക്കുവാനായിട്ടും ഉള്ള വലിയ കൃപ ദൈവം നൽകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ തീർച്ചയായിട്ടും ശക്തിപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുക. ഞാൻ പലപ്പോഴും വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയുന്ന ഒരു സുവിശേഷ സത്യം എന്ന് പറയുന്നത്, ഏതൊരു വേദിയിലും കയറി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരിക്കലും ഒരു ഒരുക്കം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവെ ഇവർക്ക് വേണ്ടുന്നത് അങ്ങ് നൽകണമേ എന്ന്. അങ്ങനെ തീർച്ചയായിട്ടും ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അതോടൊപ്പം തന്നെ ഈ നിത്യസത്യങ്ങളും പങ്കുവയ്ക്കുവാനായിട്ട്, പ്രഘോഷിക്കുവാനായിട്ട് അവസരം ലഭിക്കുന്നുണ്ട്. ഇന്നും ലഭിച്ചിട്ടുണ്ട്. ഇന്ന് പകലും ഇന്നലെ മുതൽ ഈ ഒരു സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് കഴിഞ്ഞു വന്ന വരവ് തന്നെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളും നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവർക്കും സമൃദ്ധമായിട്ട് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഞാൻ ഹൃദയപൂർവ്വം നേരുകയാണ്. സമാപനമായിട്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങയുടെ വലിയ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ ഈ ഒരു കൂട്ടായ്മയിലായിരിക്കുവാനായിട്ട് അങ്ങ് അനുഗ്രഹിച്ചു. ഞങ്ങളെ പ്രത്യേകമായിട്ട് വിളിക്കുകയും അങ്ങ് ഈ വിരുന്ന് അനുഭവിക്കുവാനായിട്ട് ഞങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. ഒരു മടുപ്പും ഒരു നിരാശയും ഒരു തടസ്സവും കൂടാതെ ഈ പ്രഘോഷണം കൂടുതൽ ശക്തിയോടെ അങ്ങയുടെ കൃപകളാൽ നിറഞ്ഞ് മുന്നേറുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകമായിട്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരെ ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉണർവും ഉന്മേഷവും നൽകിയവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളും വ്യക്തിപരമായ പലതും മാറ്റിവെച്ചുകൊണ്ട് നീക്കിവെച്ചുകൊണ്ട് അങ്ങയുടെ വലിയ സ്നേഹം പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ദൈവമേത അങ്ങയുടെ വലിയ കൃപകൾ കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് ഉത്തരോത്തരം മുന്നോട്ട് പോകുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഒത്തിരിയേറെ പേര് ഈ സുവിശേഷ സാക്ഷികളാകുവാനായിട്ട് ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് പങ്കുചേരുവാനായിട്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ രൂപതകളെയും രൂപതയുടെ അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ആത്മീയ പിതാക്കന്മാരെയും വൈദികരെയും
സമർപ്പിതരെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. അതിനേക്കാളുപരി ഈ സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ ആത്മായ പ്രേക്ഷിതരെയും അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കൂടുതൽ ശക്തിയും കൃപകളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥവും സഹായവും എന്നും എപ്പോഴും ഈ കൂട്ടായ്മയോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു അച്ഛാ. ഒത്തിരി സന്തോഷം. അച്ഛൻ്റെ തിരക്കിനിടയിൽ ഓടി വന്നതിന് ഒത്തിരി സന്തോഷം. താങ്ക് യു. താങ്ക് യു അച്ഛാ. ജസ്മി. താങ്ക് യു ഫാദർ ഫോർ ലവിംഗ് മെസ്സേജ്, സപ്പോർട്ട് ആൻഡ് ബ്ലെസ്സിങ്. ഇന്നത്തെ ഈ സെഷൻ മനോഹരമായി തീർത്ത ദൈവത്തിന് നന്ദി. ഒരു ഇടയനും ഒരു തൊഴുത്തുമാകുന്ന കൂട്ടായ്മയുടെ ദൈവസ്നേഹ അനുഭവത്തിൽ വളരാം. അതിനായി പ്രയത്നിക്കാം. സമാപന ഗാനത്തിനായി അനീഷേട്ടനൊപ്പം നമുക്കും ആലപിക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തെന്നെ അണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. കൂരിരുൾ താഴ്വര അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര അതിലുമെന്റെ പാതയാൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ.